അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തങ്ങളെ ശബ്ദം ഓക്കെ ആണോ? ക്ലിയർ ആണോ? ശബ്ദം ഓക്കെ ആണെങ്കിൽ ഒന്ന് പറയൂട്ടോ. ഷമീൻ വി കെ ഡി ഇൻഷാല്ലാ, ലുബാബ അസീസ്, മുസ്തഫ മുത്തു, ഷമീർ വാക്കവി വലൈക്കും സ്സലാം, നഫീസ അസ്ലം, ഗഫൂർ വെട്ടൻ, ഫൈറൂസ ഫാദിലിയ, ഹാരിസ് എം പി, അന്തു ചാന്തോത്ത്, ഷാൻ റഹ്മാൻ, കുത്തുബി, നാസിർ അസ്ഗരി, കുഞ്ഞാത്തൂർ ഇൻഷാല്ലാ, സുഹൈൽ സലാം ഇ എൽ ഡി, നവാസ്, അബ്ദുൽ നാസർ, ബിസ്നി റിയാസ്, ഷബ്ന ഗഫൂർ, സുബൈർ എടച്ചേരി, സുന്നി മീഡിയ ഒരുമനയൂർ, റിൻസ മുഹമ്മദ്, കെ ടി ഹൗസ്. 75 ആളായി, 100 ആളായി നമ്മൾ തുടങ്ങും കേട്ടോ. ഉസ്താദ് ഏത് എവിടെയാണ് കാണാൻ കിട്ടാൻ? ഞങ്ങളെ പോലുള്ളവർക്ക് ഉസ്താദിന്റെ ലൈവ് ഒരു സുഹൃതമാണ്. നൗഷാദ് കൊല്ലം. ഇൻഷാല്ലാ റമദാനിൽ നമുക്ക് തുടങ്ങാം. യൂസുഫ് ബിൻ മുഹമ്മദ് കണ്ടിട്ട് ഒരുപാടായാലും. വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇപ്പോൾ ക്ലാസ് നടക്കാറുള്ളത്. ഫേസ്ബുക്കിലൊക്കെ യുദ്ധം നടക്കുകയല്ലേ. മുനീർ അഹമ്മദ്, നബീൽ മുഹമ്മദ് കൂമണ്ണ്, മുഹമ്മദ് പടയാൻ, 84 ആളായിട്ടുണ്ട്. റലീന അലി, അസീബ് കളങ്ങാട്, മുഹമ്മദ് സുനീർ കാവരോട്ടി, അൻസാരി സുഹരി ആലപ്പുഴ. ഉസ്താദെ സുഖമല്ലേ? സുലൈമാൻ പ്രസ്,
മുഹമ്മദ് ഒവൈസി യമാനി, നൂറുസമാൻ മുഹമ്മദ്, ഷബന ഗഫൂർ, മുജീബ്. 100 ആളുകളായ ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ, എനിക്കത് ക്ലിയറായി കിട്ടുന്നില്ല. ഇന്ന് 4 ദാർശനികന്മാരുടെ ചരിത്രമാണ് മദീന യാത്രയിൽ നമ്മൾ പറയാൻ പോകുന്നത്. യാസർ മണ്ണാർക്കാട് 100 ഹബീബിങ്ങളെ, മനസ്സുകൊണ്ട് മദീനയിലേക്ക് എന്ന ടാഗ് ലൈനിൽ നമ്മൾ നടത്തുന്ന യാത്രയുടെ 417ാമത്തെ എപ്പിസോഡ് ഇന്ന് ഫേസ്ബുക്കിലാണ്. നമ്മൾ കഴിഞ്ഞ ഒരു ഇടവേളയിൽ മുഴുവൻ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയാണ് നമ്മുടെ 400 ശേഷമുള്ള എപ്പിസോഡൊക്കെ പുറത്തു പോയത്. ഇൻഷാ അല്ലാഹ് കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമ്മുടെ പഴയ ആളുകളെയൊക്കെ വീണ്ടും കണ്ടുമുട്ടുന്നതിൽ വലിയ സന്തോഷം. മജീദ് സക്കാഫി ഉസ്താദ് കോൽക്കളം, ഹസ്മ സുൽഫി ഉസ്താദ് കുന്നക്കാവ്, നമുക്ക് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ വിശദീകരിച്ച് സംസാരിക്കാം. ഫാരിസ് മഹ്മൂൻ ഫൈസി കൽപ്പേനി, നാഫി കരിങ്ങാട്, മുഹമ്മദ് ബഷീർ ചെറുവാടി. ഓക്കെ, ഇമാം ഇബ്നു ഇസാഖ് റളിയല്ലാഹു അൻഹുവും മറ്റു പലരും നിവേദനം ചെയ്ത ഒരു ഹദീസിലുള്ള സംഭവമാണ് നമ്മളൊന്ന് വിശദീകരിക്കുന്നത്. 4 ദാർശനികന്മാരുടെ ചരിത്രമാണ്. നമ്മൾ മദീനയിൽ ഒരു നിലാമഴ പോലെ പ്രവാചക പ്രണയം പെയ്തുറങ്ങുന്ന അൽ മദീനത്തുൽ മുനവ്വറയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ മദീനയുടെ മണ്ണിലൂടെ കടന്നുപോയ യാത്രയായിരുന്നു. ആസിഫ് ദാരിമി ഉസ്താദ് പുലിക്കൽ ലൈനിലുണ്ട്. താങ്ക് യു. പ്രവാചക നിയോഗത്തിന് തൊട്ടു മുമ്പ് ഖുറൈശികൾ അവരുടെ ഒരു സെലിബ്രേഷൻ, ഒരു ഉത്സവ നാൾ മക്കയിൽ സമ്മേളിക്കുകയുണ്ടായി. നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന പൂരം, നേർച്ച എന്ന പേരിൽ നടക്കുന്ന മറ്റൊരു പൂരം, അങ്ങനെയുള്ള പൂരങ്ങളൊക്കെ ജാഹിലിയ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. വർഷത്തിൽ ഒരു ദിവസം അവർ ഒട്ടകങ്ങളെ ബലിയറുക്കും, മദ്യപിക്കും, പാട്ടും കൂത്തുമായി അവരുടെ ഒരു ബിംബത്തിനരികിൽ എല്ലാവരും ഒരുമിച്ച് കൂടും. അങ്ങനെ ഒരു രാത്രിയിൽ ഈ ഉത്സവം നടക്കുമ്പോൾ ഒരു വിഗ്രഹം തലകുത്തി വീണു. ആ വിഗ്രഹത്തെ പലതവണ എടുത്ത് നേരെ വെക്കാൻ ശ്രമിച്ചപ്പോഴൊന്നും അത് ശരിയായ നിലയിൽ നിന്നില്ല. അപ്പോൾ ഉസ്മാൻ ബിൻ ഹുവൈരിസ് എന്നൊരാൾ പറഞ്ഞു, ഈ വിചിത്ര സംഭവത്തിന് പ്രധാനപ്പെട്ട ഏതോ നിമിത്തം കാണാതിരിക്കില്ല. അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ളയ്ക്ക് മുഹമ്മദ് എന്നൊരു കൊച്ചു കുഞ്ഞു പിറന്ന രാത്രിയിലായിരുന്നു ആ സംഭവം എന്ന് വിശദീകരിക്കുന്നുണ്ട്. ബുവാന എന്ന് പറയുന്ന ഒരു പ്രതിഷ്ഠയുടെ ഉത്സവമായിരുന്നു അവർ. അതിനെ ആദരിച്ചും ബലിയറുത്തുമൊക്കെ അവരെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഉത്സവം നടക്കുമ്പോൾ 4 പേര് അതീവ ഗൂഢമായി ഒത്തുചേർന്നു. ആ 4 ആളുകളുടെ പേര് പറയാം. അവർ വിശ്വാസപരമായ ചില പ്രശ്നങ്ങളെക്കുറിച്ച് സ്വകാര്യമായി ഈ ഉത്സവത്തിന്റെ അവിടുന്ന് മാറിയിരുന്ന് ഒരു ചർച്ച ചെയ്യുകയാണ്. അങ്ങനെ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനങ്ങൾ പരമരഹസ്യമായി സൂക്ഷിക്കുവാൻ പരസ്പരം അവർ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. അവരേകോപിച്ച് പ്രഖ്യാപിച്ചു. നമ്മളെപ്പോഴും പറയാറുണ്ട്, സാധാരണ വയലിന്റെ സ്റ്റേജുകളിൽ കേൾക്കാത്ത മദീന അനുഭവങ്ങളെ കുറിച്ചാണ് പറയുക എന്ന്. ഇത് മക്കയിലാണ് സംഭവിക്കുന്നത്. അവരുടെ പ്രതിജ്ഞ ഇങ്ങനെയായിരുന്നു: നമ്മുടെ ജനത ഇപ്പോൾ നിലകൊള്ളുന്ന ഈ വിശ്വാസ കർമ്മ രീതികൾ ഒരു നിലക്കും ശരിയുള്ളതല്ല. നോക്കൂ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന് മുമ്പ് സംഭവിക്കുന്ന ഒരു കാലമാണ്. എല്ലാ കാലഘട്ടത്തിലും ഓരോ സൊസൈറ്റിയിലും ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ ഓർക്കുക. നമ്മുടെ പൂർവ്വപിതാവായ ഇബ്രാഹീമിന്റെ പാതയിൽ നിന്നും എത്രയോ അകന്നുപോയിരിക്കുന്നു നമ്മുടെ ജനത. ജനങ്ങളിപ്പോൾ പ്രദക്ഷിണം വെക്കുന്ന ഈ പ്രതിമ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത കരിങ്കൽ പ്രതിമകളാണ്. ഹസൻ സക്കാഫി പൂക്കോട്ടൂർ ലൈനിലുണ്ട്. ഇൽമിലും ശബ്ദത്തിലും ബർക്കത്ത്. ആമീൻ ആമീൻ.
അപ്പൊ നമ്മൾ സത്യം കണ്ടെത്താൻ വേണ്ടി ഒരു അന്വേഷണം നടത്തുക എന്നുള്ളതാണ്. ഹബീബിങ്ങളെ, നമുക്ക് ഹിദായത്തിന് വേണ്ടി ആളുകൾ നടത്തിയ തേജോമയമായ ചില ചരിത്രത്തിലെ യാത്രകളുണ്ട്, അന്വേഷണങ്ങളുടെ യാത്ര. നമ്മൾ ജ്ഞാനം നേടാൻ വേണ്ടി എന്ത് യാത്രയാണ് നടത്തിയിട്ടുള്ളത്? നമ്മൾ ഹിദായത്ത് ലഭ്യമാകാൻ വേണ്ടി എന്ത് ത്യാഗമാണ് സഹിച്ചിട്ടുള്ളത്? എന്റെ ഉപ്പ മുസ്ലിം ആയതുകൊണ്ട് ഞാൻ ബഷീറായി എന്നല്ലാതെ നിങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ലൈഫിൽ ഹിദായത്തിന് വേണ്ടി ഒരു പരിശ്രമവും ഉണ്ടായിട്ടില്ല. ത്യാഗനിർഭരമായ ഒരു യാത്രയും നമ്മൾ നടത്തിയിട്ടില്ല. UA റഷീദ് ഉസ്താദ് പട്ടാമ്പില്ലയിലുണ്ട്. ഞാൻ ചിലവരുടെ പേര് മാത്രം മെൻഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ വിഷമിക്കരുത്. അത് നമ്മുടെ സാമൂഹിക രംഗത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ നേതാക്കളും നമ്മുടെ സഹോദര സുന്നി സംഘടനയിലെ നേതാക്കളും പ്രഭാഷകരും ഒക്കെയാണ്. അപ്പോഴവരെ ഒന്ന് മെൻഷൻ ചെയ്യുക. അവരിപ്പോ നമ്മുടെ ലെവലിൽ വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോഴവരെ നമ്മൾ മെൻഷൻ ചെയ്യണം. ബാക്കിയുള്ള ഇവരുടെ പേരൊക്കെ നമ്മൾ തുടക്കത്തിലോ അവസാനത്തിലോ വീണ്ടും നിങ്ങളുടെ എല്ലാ കമന്റിനും മറുപടി നൽകും. അപ്പൊ നമ്മുടെ ശ്രദ്ധ പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഹിദായത്തിന് വേണ്ടി നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന ത്യാഗനിർഭരമായ, ഇപ്പൊ നമ്മൾ ഒരു ലൈവിൽ പറഞ്ഞു മഹാനരായ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ആവർത്തിക്കുന്നില്ല. 33 വർഷമാണ് അദ്ദേഹം യാത്ര നടത്തിയത്. എനിക്കും നിങ്ങൾക്കും കഴിയും. നമ്മൾ സുഖശീതളമായിരുന്ന ഒരു പ്രതലത്തിൽ, കുഴപ്പമില്ലാത്ത ഒരു രാജ്യത്ത്, കുഴപ്പങ്ങളുണ്ടെങ്കിലും നമ്മുടെ പ്രബോധനത്തിനൊന്നും വലിയ തടസ്സങ്ങളില്ലാത്ത ഒരു രാജ്യത്ത്, നമ്മുടെ സംഘടനകളുടെ നിർഭരമായ ദൗത്യങ്ങൾ നടക്കുന്ന ഒരു പ്രദേശത്ത് നമ്മൾ സുഖശീതളിമയമായ ഒരു ഇസ്ലാമിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്? പക്ഷെ ഇസ്ലാമിന്റെ വെളിച്ചത്തെ സ്വീകരിക്കാൻ വേണ്ടി അനന്തമായ യാത്രകൾ നടത്തിയ ആളുകൾപ്പെട്ട ഒരാളാണ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു. 33 കൊല്ലാണ്. നിങ്ങൾ ഒറ്റയ്ക്കിരുന്നൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ പഴയ ലൈവിൽ പറയുന്നുണ്ട്, 4-5 രാജ്യങ്ങളിലൂടെ അദ്ദേഹം യാത്ര പോയി. അന്വേഷണ ത്വരത കൊണ്ട്, ഹൃദയത്തിൽ ഈമാൻ കണ്ടുപിടിക്കാനുള്ള അധന്യമായ പ്രണയം കൊണ്ട് എനിക്കും നിങ്ങൾക്കും അങ്ങനെ ഒരു ത്യാഗവും സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഈ 4 പേര് പറയാണ്, അവരുടെ പേരും അവരുടെ സംഭവവും ഞാൻ ഇന്ന് വിശദീകരിക്കും. ആ 4 പേര് മുസ്ലിമായോ ഇല്ലേ എന്നുള്ളതൊക്കെ വേറെ കാര്യമാണ്. അപ്പൊ നമ്മൾ തുടർന്നു വരുന്ന ഈ മാർഗം ശരിയല്ല എന്ന് അവർക്ക് മനസ്സിലായി. 4 പേരും സമൂഹത്തിന്റെ പൊതു നിലപാടിനോട് വിട്ട് പുതിയ മാർഗങ്ങൾ തേടി സത്യാന്വേഷണവുമായി പ്രയത്നം തുടരാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ചർച്ച പിരിഞ്ഞു. സമൂഹത്തിൽ എപ്പോഴും ഒഴുക്കിന് ഒപ്പം നീങ്ങുക എന്നുള്ളത് വലിയ എളുപ്പമുള്ള പരിപാടിയാണ്, അല്ലെ? ഒരു പുഴയിലെ ഒഴുക്കിലേക്ക് ഒരു മരത്തടി ഇട്ടാൽ അങ്ങനെ സഞ്ചരിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യം. പക്ഷെ അതിന് പ്രതികൂലമായി സഞ്ചരിക്കാൻ വലിയ ത്യാഗം സഹിക്കേണ്ടി വരും. അങ്ങനെ പുതിയ വിശ്വാസ മാർഗം സ്വീകരിക്കാൻ വേണ്ടി 4 പേര് ഇറങ്ങി പുറപ്പെടുകയാണ്. അറേബ്യയിലെ വളരെ പ്രശസ്തരായ 4 പേരുടെ പേര് ഞാൻ പറയാണ്. 1 വറഖത്ത് ബിൻ നൗഫലാണ്. 2 ഉബൈദുല്ലാഹി ബിൻ ജഹ്ഷ് ആണ്. 3 ഉസ്മാൻ ബിൻ ഹുവൈരിസ് ആണ്. 4 സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈലാണ്. ഇതിൽ ഒരാളുടെ പേര് മാത്രം ഒരു പക്ഷേ നിങ്ങൾക്ക് ചിരപരിചിതമായിരിക്കും, വറഖത്ത് ബിൻ നൗഫൽ. നമ്മൾ മദ്രസാ കാലം മുതൽ പഠിക്കാൻ തുടങ്ങിയ വേദപണ്ഡിതനാണ്. മറ്റു 3 പേരെയും നമുക്ക് അത്രയ്ക്ക് പരിചയമില്ലാത്തവരാണ്. ഇവരിൽ ഒന്നാമനായ വറഖത്ത് ബിൻ നൗഫല് ക്രൈസ്തവ ദർശനങ്ങളിൽ വിൽപ്പത്തി നേടിയ ഒരു പണ്ഡിതനാണ്. പല ദേശങ്ങളിലുള്ള ക്രൈസ്തവ പുരോഹിതന്മാരെ സമീപിച്ച് വേദങ്ങൾ പഠിക്കുകയും മൂസാ നബിയുടെയും ഈസാ നബിയുടെയും സത്യമാർഗം പിന്തുടരുകയും ചെയ്ത ആളാണ് വറഖത്ത് ബിൻ നൗഫൽ. രണ്ടു വേദങ്ങളിലും അഗാധമായ ജ്ഞാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. മാഷാ അല്ലാഹ്, സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ വായിച്ചിട്ടുണ്ട്. എല്ലാവരും ആമീൻ പറയട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. തങ്ങളെ ഈ ലൈവിലുള്ള എല്ലാവർക്കും താങ്കളുടെ റമദാനിലെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ലൈവിലുണ്ട്. ഈ വറഖത്ത് ബിൻ നൗഫൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് തൊട്ടടുത്ത കാലം വരെ ജീവിച്ചയാളാണ്. പക്ഷെ അതിന് സംഭവം ഞാൻ പറയാം.
ഇസ്ലാമിന്റെ ആരംഭ നാളുകളിൽ അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഒരു സംഭവമുണ്ട്. രണ്ടാമത്തെ ആള് ഉബൈദുല്ലാഹിബ്നു ജഹ്ഷാണ്. വളരെ പരിതാപകരമായിരുന്നു അദ്ദേഹത്തിന്റെ കാര്യം. ഒരു മതത്തിലും അദ്ദേഹം ചേർന്നില്ല. സ്വതന്ത്രനായി അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. അദ്ദേഹം വിവാഹം കഴിച്ചത് നിങ്ങൾക്കറിയാം, പ്രഗത്ഭനായ അബൂ സുഫിയാന്റെ മകൾ ഉമ്മു ഹബീബയെയാണ് വിവാഹം നടത്തിയത്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി ഒരു കാര്യം ചുമ്മാ ചോദിക്കുകയാണ്. ഉമ്മു ഹബീബ എന്നുള്ള പേര് നമുക്ക് പരിചിതമാണ്. എങ്ങനെ, എന്തുകൊണ്ട്? അബൂ സുഫിയാന്റെ മകളാണെന്നറിയാം. വേറെ ഏതെങ്കിലും അർത്ഥത്തിൽ ഉമ്മു ഹബീബ എന്ന് പറയപ്പെട്ട ആ മഹദിയെ നമ്മുടെ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് വളരെ കൃത്യമായി ഓർക്കേണ്ട ഒരു പേരാണ്. ഉസ്താദുമാരല്ലാത്ത ആരെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യാമോ? ഉസ്താദുമാർ പറയണ്ട. അതായത് ഉബൈദുല്ലാഹിബ്നു ജഹ്ഷ് എന്ന് പറയുന്നയാള് ഒരു മതത്തിലും അദ്ദേഹം ചേർന്നിട്ടില്ല. അയാൾ കല്യാണം കഴിച്ചത് അബൂ സുഫിയാന്റെ മകളെയാണ്. അവരുടെ പേര് ഉമ്മു ഹബീബ എന്നാണ്. ഈ ഉമ്മു ഹബീബ ബീവി ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ട ഒരു മഹദിയാണ്. എന്തുകൊണ്ട്? പലർക്കും പല ചരിത്രം ഉണ്ടാകാം. പക്ഷെ ഉമ്മു ഹബീബക്ക് ഒരു അഭേദ്യ ബന്ധമുണ്ട്. ഉസ്താദുമാരില്ലാത്തവരൊന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ കഴിയും. റമദാനിലെ ഈ രാത്രിയിൽ നമ്മൾ മനസ്സുകൊണ്ട് മദീനയിലേക്ക് പോകുന്ന കേട്ടുപരിചിതമല്ലാത്ത ചരിത്രവീഥികളിലൂടെ ഒരു സഞ്ചാരം നടത്തുകയാണ്. ആരും പറയുന്നില്ലാത്തതുകൊണ്ട് ഞാനും പറയുന്നില്ല. ഉസ്താദുമാർക്കറിയാം, ഉസ്താദുമാർ പറയരുത്. വേറെ ആരെങ്കിലും ഒന്ന് പറയും. ഉമ്മു ഹബീബ ബീവി എന്താണ് അവരുടെ പ്രത്യേകത? ഓക്കെ, സമയക്കുറവുണ്ട്. ബദർ യുദ്ധം, അഷ്റഫ് മൊട്ടമൻ. ബദർ യുദ്ധവുമായിട്ടുള്ള കണക്ഷൻ അല്ല, വേറൊരു തരത്തിൽ നമ്മൾ അഹാമെഡ് നബിയുടെ ഭാര്യ സാഫിറ ബി, പ്രവാചക പത്നി, ആസിഫ് അഹമ്മദ് രണ്ടാം അഭിഷയാത്രയിലെ അംഗം, റജീന ഷരീഫ് ദുആയിൽ ഉൾപ്പെടുത്തണേ, അതല്ല, നബിയുടെ ഭാര്യ സുഹൃത്ത് അബ്ദുള്ള, നഫീസ അസ്ലം യുദ്ധത്തിൽ അറിയപ്പെട്ടു, റലീന അലി മുത്തുനബിയുടെ ഭാര്യ. അപ്പൊ കുറെ ആളുകൾ അത് കമന്റ് ചെയ്തുകൊണ്ട് ഞാൻ പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പത്നിയാകുന്നുണ്ട് ഈ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹു. ശിഹാബ് തങ്ങൾ അലംബുലാശ്ശേരി പറഞ്ഞതുപോലെ ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽപ്പെട്ട ആളാണ് ഉമ്മു ഹബീബ. അവർക്ക് ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇസ്ലാമിൽ ആകൃഷ്ടയായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ തന്റെ പിതാവായ അബൂ സുഫിയാന്റെ പാരമ്പര്യ മതചിന്തകളെ ഉപേക്ഷിച്ച് ഇസ്ലാം വിശ്വസിക്കുന്നുണ്ട്. ഭർത്താവായ ഉബൈദുല്ലാഹിബ്നു ജഹ്ഷ്, നമ്മുടെ 4 പേരിൽ രണ്ടാമൻ, പത്നിയായ ഉമ്മു ഹബീബയുടെ വഴി പിന്തുടരാൻ വേണ്ടി തയ്യാറാകുകയായിരുന്നു. അങ്ങനെ ഇരുവരും ഇസ്ലാമിൽ ചേർന്നു. പക്ഷേ ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് മർദ്ദനങ്ങൾ സഹിക്കവയ്യാതെയായപ്പോൾ എത്യോപ്യയിലേക്ക്, ഹബ്ശയിലേക്ക് പലായനം ചെയ്ത മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഈ പറയപ്പെട്ട ഉബൈദുല്ലാഹിബ്നു ജഹ്ഷും പ്രിയപ്പെട്ട പത്നി ഉമ്മു ഹബീബയും ഉണ്ടായിരുന്നു. എന്നാൽ എത്യോപ്യയിൽ എത്തിച്ചേർന്നപ്പോൾ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവ് ഉബൈദുള്ളയെ ക്രൈസ്തവ പാതിരിമാർ വശീകരിച്ച് ഇസ്ലാം ഉപേക്ഷിച്ചു. ഹബീബിങ്ങളെ ആലോചിച്ച് നോക്കുക, ഇസ്ലാം ഉപേക്ഷിച്ചു. ക്രിസ്തുമതം സ്വീകരിച്ചു. അവരുടെ കൂടെ ചേർന്നു ഇസ്ലാമിനെതിരായി. എന്നാൽ സത്യവിശ്വാസം രൂഢമൂലമായിരുന്ന വിശുദ്ധ വനിത ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ഭർത്താവിനെ ഉപേക്ഷിച്ച് പരിശുദ്ധ ദീനിൽ അടിയുറച്ചു നിന്നു. ഈ ഉബൈദുള്ള പിന്നീട് ക്രിസ്ത്യാനിയായിട്ടാണ് മരിച്ചത്. നോട്ട് ചെയ്യുക, 4 ആൾ ദാർശനികന്മാരിൽ രണ്ടാമത്തെയാൾ ക്രിസ്ത്യാനിയായി മരിച്ചു. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പിന്നീട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹധർമ്മിണിയായി മാറുന്നുണ്ട്. നീണ്ട ചരിത്രമാണത്. നമ്മൾ ഉമ്മു ഹബീബ ബിയുടെ ചരിത്രമല്ല പറയുന്നത് എന്നതുകൊണ്ടാണ് ഇപ്പോഴത് വിശദീകരിക്കാത്തത്. നമ്മൾ ആ 4 പേരിൽ
രണ്ടാമത്തെയാളെയാണ് പറഞ്ഞത്. മൂന്നാമത്തെയാള് ഉസ്മാൻ ബിനുൽ ഹുവൈരിസ് എന്നയാളാണ്. ദീർഘകാലം അദ്ദേഹം സത്യാന്വേഷണ യാത്ര തുടർന്നിട്ടുണ്ട്. പ്രമുഖ ചരിത്രകാരനായ അൽ ഖറാഇത്തി അവരെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ, ഇമാം സുയൂത്തി റഹിമഹുല്ലാ അവരൊക്കെ ഈ ഉസ്മാൻ ബിൻ ഹുവൈരിസിന് ബന്ധപ്പെട്ട ഒരു കഥ വിശദീകരിക്കുന്നുണ്ട്. ആ കഥ ഇങ്ങനെയാണ്: 4 ദാർശനികന്മാരിൽ മൂന്നാമത്തെയാളുടെ കഥ. ആ ബിംബങ്ങളെ ആരാധിച്ച ഉത്സവത്തിന്റെ അന്ന്, സെലിബ്രേഷൻ നൈറ്റിന്റെ അന്ന് ഈ സംസാരമൊക്കെ പറഞ്ഞത് ഈ വിചിത്രമായ ഒരു സംഭവത്തിന് ഈ രാത്രി സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഈ ഉസ്മാൻ ബിൻ ഹുവൈരിസാണ്. അതായത് അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ളയ്ക്ക് അന്നാണ് രാത്രി കുഞ്ഞു പിറന്നത്. പലതവണ ഈ ബിംബത്തെ പിടിച്ചു നിർത്തിയിട്ടും പ്രതിഷ്ഠയുടെ നിസ്സഹായത വെളിപ്പെടുത്തി അതിങ്ങനെ മറിഞ്ഞു വീഴുകയായിരുന്നു. അപ്പോഴ് ഈ പറഞ്ഞ ഉസ്മാൻ ബിൻ ഹുവൈരിസ് ഒരു ആക്ഷേപഹാസ്യ കവിത പാടുന്നുണ്ട് ആ രാത്രി. പിന്നീട് അദ്ദേഹം ആ ബിംബം മറിഞ്ഞു വീഴാനുള്ള കാരണം വെച്ച് വീണ്ടും കവിത എഴുതുന്നുണ്ട്. അങ്ങനെയാണ് 4 പേരും മീറ്റിംഗ് കൂടിയത് കേട്ടോ. അപ്പൊ ഈ ഉസ്മാൻ ബിൻ ഹുവൈരിസ് ഒടുവിൽ റോമാ ചക്രവർത്തിയായ സീസറിന്റെ സന്നിധിയിൽ എത്തിച്ചേർന്നു. സത്യവിശ്വാസം നേടാനുള്ള ഉത്കടമായ ആഗ്രഹത്തോടെ ജ്ഞാനിയായ മതപണ്ഡിതനായ ഒരു അറേബ്യൻ ദാർശനികനെ സീസർ ചക്രവർത്തി സ്വീകരിച്ചു. സീസറിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ദാർശനികന്മാരെയും പണ്ഡിതന്മാരെയും റെസ്പെക്ട് ചെയ്യുന്ന ഒരാൾ കൂടിയായിരുന്നു സീസർ, റോമിന്റെ അന്നത്തെ ഭരണാധികാരി. പക്ഷേ കൊട്ടാര പണ്ഡിതനായി മാറിയ അദ്ദേഹം റോമിന്റെ അലങ്കാരങ്ങളും ആടയാഭരണങ്ങളും അവിടുത്തെ സ്വീകാര്യതയും ലഭിച്ചപ്പോൾ ക്രൈസ്തവ മാർഗം സ്വീകരിച്ചു ഉസ്മാൻ ബിൻ ഹുവൈരിസ്. റോമയുടെ കൊട്ടാരത്തിൽ വലിയ പദവി അദ്ദേഹത്തിന് ലഭിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ നിയോഗത്തിന് തൊട്ടുമുമ്പ് അദ്ദേഹം മരണമടഞ്ഞു. നോക്കൂ, അപ്പൊ 4 പേരിൽ 2 പേർ അതിദയനീയമായ നിർഭാഗ്യവാന്മാരായിട്ടാണ് മരിച്ചുപോയത്. ഇനി 4മത്തെയാള് സയ്യിദ് ബിനു അംർ ബിനു നുഫൈൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ സത്യാന്വേഷണ യാത്ര വളരെ പ്രസിദ്ധമായ സംഭവമാണ്. നമുക്ക് അദ്ദേഹത്തെ ഷോർട്ടാക്കിയിട്ട് സയ്യിദ് ബിൻ അംർ എന്ന് വിളിക്കാം. വിശ്രുതനായ അറേബ്യയിലെ ദാർശനികനായിരുന്നു, നിമിഷ കവിയായിരുന്നു, മനോഹരമായ ചന്തചാരുതയുള്ള വാക്കുകളുടെ ഉടമസ്ഥനായിരുന്നു. അറേബ്യൻ സമൂഹം പ്രവാചക കാലഘട്ടത്തിന് തൊട്ടു മുമ്പ് വരെ ആദരിച്ചിരുന്ന ഒരു മഹാപണ്ഡിതനായിരുന്നു. അദ്ദേഹം ആ കാലഘട്ടത്തിലെ ദുരാചാരങ്ങൾക്കെതിരെ അസാംസ്കാരികതയ്ക്കെതിരെയൊക്കെ പ്രതികരിച്ച ഒരു നവോത്ഥാന നായകൻ കൂടിയായിരുന്നു. വിശ്വാസപരമായി അദ്ദേഹം ഏകദൈവത്തിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പാണ് ഈ പറയുന്നത് കേട്ടോ. ക്രിസ്തു മതത്തിൽ അദ്ദേഹം വിശ്വസിച്ചില്ല, ജൂതമതത്തിൽ വിശ്വസിച്ചില്ല. ആ കാലഘട്ടത്തിലെ അറേബ്യൻ ജാഹിലിയത്തിന്റെ ഒരു ജാഹിലിയത്തിലും അദ്ദേഹം വിശ്വസിച്ചില്ല. വിഗ്രഹ പ്രതിഷ്ഠയെ എതിർത്തുകൊണ്ടേയിരുന്നു. വിഗ്രഹത്തിന് ബലിയർപ്പിക്കുന്നതിനെതിരെ അദ്ദേഹം നിരന്തരമായി പ്രതികരിച്ചിട്ടുണ്ട്. പൂജ ചെയ്യുന്നതിനെതിരെ വിമർശിച്ചിട്ടുണ്ട്. ജീവനോടെ കുഴിച്ചുമൂടുന്ന പെൺകുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കുവാൻ കിണഞ്ഞ് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ അദ്ദേഹം ഒരു നവോത്ഥാന നായകനായിട്ടാണ്, ഒരു റിബലായിട്ടൊക്കെയാണ് അദ്ദേഹം അറിയപ്പെട്ടത്. 1ാമത്തെ ആളാരാ? നൗഫൽ ഫൈസി. അത് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ഉസ്താദെ, നമ്മൾ ലൈവ് കഴിഞ്ഞ് ഒന്നുകൂടി ബാക്കിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. അപ്പൊ ഇത് നമ്മളൊരു അറേബ്യയിലെ 1100 കള്ളക്കഥയല്ല ബഷീർ ഫൈസി പറയുന്നത്. സഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ് പറയാൻ ശ്രമിക്കുന്നത്. ഒരു ഹദീസിലുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രി അസ്മാ റളിയല്ലാഹു അൻഹു പറയുന്നതായി സഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. കഅബ മന്ദിരത്തിന്റെ ചുമരുകളിലേക്ക് ചാരി നിന്നുകൊണ്ട് സയ്യിദ് ബിൻ അംർ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അസ്മ ബീവി പറയാണ്, അദ്ദേഹം പറയാറുണ്ടായിരുന്നു,
ഖുറൈശി സമൂഹമേ, ഇബ്രാഹീമിന്റെ മതത്തിൽ ശരിയാം വിധം നിലകൊള്ളുന്നവരായി ഞാനല്ലാതെ നിങ്ങളിൽ ആരെയും ഞാൻ കാണുന്നില്ല എന്ന് കഅബയെ ചാരി നിന്ന് ഈ സയ്യിദ് ബിൻ അംർ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകൾ അസ്മ ഉദ്ധരിക്കുന്നതായി സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. അപ്പൊ ആള് ചില്ലറക്കാരനല്ല, പക്ഷെ അദ്ദേഹം മുസ്ലിം ആകുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. സയ്യിദ് ബിൻ അംർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എങ്ങനെ? അള്ളാഹുവിനെ വിളിച്ചിട്ടാ പറയണം, ഏതു വിധത്തിലാണ് നിനക്ക് ശരിയായി ആരാധനകൾ നടത്തേണ്ടത് എന്ന് എനിക്ക് അറിയുമായിരുന്നെങ്കിൽ അപ്രകാരം ഞാൻ പ്രവർത്തിക്കുമായിരുന്നു. പക്ഷേ എനിക്കത് അറിഞ്ഞുകൂടാ റബ്ബേ. പ്രവാചകൻ വന്നിട്ടില്ല. എന്നിട്ട് ഒട്ടകത്തിന്റെ മുകളിലിരുന്ന് അദ്ദേഹം സുജൂദ് ചെയ്യുമായിരുന്നു. ഈ സയ്യിദ് ബിൻ അംർ ഷാമിലേക്ക് നടത്തിയ ഒരു അന്വേഷണ യാത്ര സ്വഹീഹ് ബുഖാരിയിൽ തന്നെ വേറെ സ്ഥലത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട്, സയ്യിദ് ബിൻ അംർ ഇസ്ലാമിന്റെ ആഗമനത്തിനു മുമ്പ് എന്ന് പറഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് അവിടെ കണ്ട ഒരു ജൂത പണ്ഡിതനോട് അവരുടെ മതത്തെ കുറിച്ച് ചോദിച്ചറിഞ്ഞു. ഞാൻ നിങ്ങളുടെ മതത്തിൽ ചേർന്നെങ്കിലോ എന്ന് സയ്യിദ് ചോദിച്ചപ്പോൾ ജൂതപണ്ഡിതൻ പറഞ്ഞു, ജൂതന്മാരെല്ലാം ഇക്കാലത്ത് അലങ്കോലപ്പെട്ടിരിക്കുകയാണ്. ഏത് കാലത്ത്? റസൂലുള്ള വരുന്നതിന് മുമ്പുള്ള ഒരു കാലത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ ഇപ്പോഴവരുടെ മതവിശ്വാസം എന്തായിരിക്കും? താങ്കൾ ഞങ്ങളുടെ മതത്തിൽ ഇന്നത്തെ അവസ്ഥയിൽ ചേരുന്ന പക്ഷം അള്ളാഹുവിന്റെ കോപത്തിൽ നിന്നും താങ്കളുടെ വിഹിതം താങ്കൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ജൂതമതത്തിൽ ചേരരുതേ എന്നൊരു ജൂത പണ്ഡിതൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഇത് കേട്ട സയ്യിദ് തിരിച്ചു പറഞ്ഞു, വേണ്ട, അള്ളാഹുവിന്റെ കോപത്തിൽ നിന്നും ഓടി അകലുവാനാണ് ഞാൻ ഇതുവരെയും സത്യം അന്വേഷിച്ച് അനന്തമായ യാത്രകൾ നടത്തിയത്. എന്നാൽ ജൂതമതമല്ലാത്ത വല്ല സത്യമാർഗവും നിങ്ങളൊന്ന് നിർദ്ദേശിച്ചു തരുമോ? അദ്ദേഹം ചോദിക്കുകയാണ് അദ്ദേഹത്തോട്. അപ്പൊ ജൂതപണ്ഡിതൻ പറഞ്ഞു, അൽ ഹനീഫ് അഥവാ ഋജുവായ മാർഗം, അതിൽ ചേരുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല. അപ്പൊ സയ്യിദ് ചോദിക്കുന്നുണ്ട്, എന്താണ് ഋജുവായ മാർഗം? ഏതാണ് ആ ഹനീഫിയായ മാർഗം? ഏതാണ്? ജൂതപണ്ഡിതൻ പറഞ്ഞു, അത് ഇബ്രാഹീമി മതമാണ്. അദ്ദേഹം ജൂതനോ ക്രൈസ്തവനോ ആയിരുന്നില്ല. അള്ളാഹു അല്ലാതെ മറ്റാർക്കും അദ്ദേഹം ആരാധന നടത്തിയിട്ടുമില്ല. ഇത് കേട്ട ഈ സയ്യിദ് തന്റെ സത്യാന്വേഷണ യാത്രയുമായി പിന്നെയും പലരെയും സമീപിച്ചു. വീണ്ടും ഒരു ക്രൈസ്തവ പുരോഹിതനെ കണ്ടുമുട്ടി. ഇത് ജൂത പണ്ഡിതനായിരുന്നു. ജൂത പണ്ഡിതൻ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് ആ ക്രൈസ്തവ പാതിരി ഈ സയ്യിദിനോട് സംസാരിച്ചത്, ഈ ക്രൈസ്തവ മതത്തിലേക്ക് നീ വരണ്ട എന്ന്. അദ്ദേഹവും പറഞ്ഞത് ഇബ്രാഹീമി മതത്തിൽ, ഇബ്രാഹീമിന്റെ ഋജുവായ മാർഗത്തിൽ നിങ്ങൾ സഞ്ചരിക്കൂ എന്നാണ്. അപ്പൊ ഇബ്രാഹിം നബിയെ കുറിച്ച് കൂടുതൽ ശ്രവിച്ച ഈ സയ്യിദ് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുവേ നീ സാക്ഷി, ഞാൻ നിശ്ചയമായും ഇബ്രാഹിം നബിയുടെ മതത്തിൽ നിലകൊള്ളുന്നവനാകുന്നു. ഇത് സ്വഹീഹുൽ ബുഖാരിയിലുള്ളതാണ് ഹബീബിങ്ങളെ. ബഷീർ വൈസി സ്വന്തം കഥ പറയുകയല്ല, ഇത് സ്വഹീഹുൽ ബുഖാരിയിലുള്ളതാണ്. ഇബ്നു ഇസ്ഹാഖ് ഉദ്ധരിക്കുന്നുണ്ട്, സയ്യിദ് ബിൻ അംർ സത്യമാർഗം അന്വേഷിച്ചു രാജ്യങ്ങളിൽ ആകമാനം സഞ്ചരിച്ചു. അദ്ദേഹം മൗസിലും അൽ ജസീറയിലുമെല്ലാം ചുറ്റി നടന്നു. ഈ ശബ്ദം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മൗനമായൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് ഹൃദയത്തിൽ ഈമാനിന്റെ ഒരു കണിക ലഭിക്കാൻ വേണ്ടി, ഹിദായത്തിന്റെ ഒരു വെളിച്ചത്തെ, ഒരു തങ്കരേണുവിനെ സ്വീകരിക്കാൻ വേണ്ടി അറേബ്യ വിട്ട് മൗസിലിലേക്ക് പോയി, പല പല രാജ്യങ്ങളിലേക്ക് പോയി, ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ഇൽമ കിട്ടാൻ വേണ്ടി ലൈഫിൽ ഇന്ന് വരെ ഒരു സഞ്ചാരം നടത്തിയിട്ടുണ്ടോ? ജീവിതത്തിൽ ഇന്ന് വരെ ഒരു നന്മയെ അന്വേഷിച്ച്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കമന്റ് ചെയ്യാം, നമ്മൾ എവിടെയെങ്കിലും ഒരു യാത്ര പോയിട്ടുണ്ടോ?
ഇപ്പൊ ഈ ഫേസ്ബുക്ക് ലൈവ് കേൾക്കാനൊക്കെ അത്ര വലിയ ത്യാഗമുണ്ടോ? കുറച്ച് ത്യാഗമുണ്ട്, ഉറക്കം ഒത്തിരി കളയണമെന്ന്. ഉറക്കം കളയണ്ടാത്തവർ ഇപ്പൊ കിടന്നുറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടാവില്ലേ? അത് തന്നെ അത്ര വലിയ ത്യാഗമാണോ? വീട്ടിലെ മൊബൈൽ ഓണാക്കിയിട്ടല്ലേ നിങ്ങൾ കേൾക്കുന്നത്? ഞാനിവിടെ കറണ്ട് ഇല്ലെങ്കിലും അത്ര ഒരു ചെറിയ ബുദ്ധിമുട്ടല്ലേ എനിക്കുള്ളൂ. ഇനിയിപ്പോ ഒരു വയലു പരിപാടിക്ക് പോകണമെങ്കിൽ നമ്മളൊരു 2 കിലോമീറ്ററിന്റെ ഉള്ളിൽ ഒരു വയലു പരിപാടിക്കല്ലേ പോകുന്നുള്ളൂ. നമ്മൾ ആത്മാർത്ഥമായ ഒരു വിവരം കിട്ടാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും സഞ്ചരിച്ചിട്ടുണ്ടോ? ഹിദായത്തിന്റെ ഒരു പ്രശ്നം, എന്റെ ഹിദായത്ത് എനിക്ക് നഷ്ടപ്പെടും എന്നുള്ളൊരു ബേജാറ് കാരണം ഏതെങ്കിലും മഹാന്മാരായ ആളുകളെ പോയി കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിലൊരു അന്വേഷണത്തിന്റെ ത്വര പൊട്ടിയിട്ടുണ്ട്. നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തൊക്കെ തിരക്കുകളാണ്. കച്ചവടമുണ്ട്, പ്രഭാഷണമുണ്ട്, കുടുംബകാര്യമുണ്ട്, ബിസിനസ് ഉണ്ട്, അങ്ങനെ നാട്ടുകാരുടെ കാര്യം നോക്കണം, അങ്ങനെ അങ്ങനെ അങ്ങനെ. എനിക്ക് ഹിദായത്ത് കിട്ടുമോ എന്നൊരു അന്വേഷണം കൊണ്ട് നമ്മൾ ആരോടെങ്കിലും ഒരു സംശയം ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നല്ലത്. നമുക്കെല്ലാം അറിയുമെന്നൊരു ധാരണയാണ് ഇപ്പൊ ബഷീർ ഫൈസിക്കാണ്. അല്ലേ? ശരിക്ക് ഇത് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം വരികയാണ്. മൗസിലൊക്കെ ഒരു മനുഷ്യനെ അന്വേഷണം നടത്തുകയാണ്, ഹിദായത്തിന്റെ ഒരു വെളിച്ചം എവിടുന്നെങ്കിലും കിട്ടുമോന്ന് കരുതിയിട്ട്. എന്നിട്ട് അദ്ദേഹത്തിന് കിട്ടുമില്ല എന്നുള്ളത് വേറെ കാര്യമാണ് കേട്ടോ. ഒടുവിൽ അദ്ദേഹം ബൽഖ പ്രദേശത്തുള്ള അഗാധജ്ഞാനിയായ ഒരു ക്രൈസ്തവ പണ്ഡിതനെ കണ്ടുമുട്ടി. ബൽഖ അദ്ദേഹത്തോടും ചോദിച്ചു, ഋജുവായ നേരായ മാർഗം ഏതാണ്? അപ്പോഴാ ക്രൈസ്തവ പുരോഹിതൻ പറഞ്ഞു, സഹോദര, താങ്കൾ അന്വേഷിച്ചു നടക്കുന്ന ഈ സത്യമാർഗം പൂർണ്ണമായും ശരിയാമിതം ഇന്ന് ഭൂമുഖത്തെവിടെയും ലഭിക്കാൻ പ്രയാസമാണ്. പക്ഷേ ഋജുവായ മാർഗവുമായി, ഹനീഫി മാർഗവുമായി, സത്യമാർഗമായി രംഗത്ത് വരുന്ന ഒരു സത്യദൂതൻ വെളിപ്പെടാൻ സമയം വളരെ അടുത്തിരിക്കുകയാണ്. നിങ്ങൾ ഈ എന്താ പറയുക ബൽഖയിലേക്ക് വരേണ്ട കാര്യമില്ല. നിങ്ങളുടെ നാട്ടിൽ നിന്നാണ് അദ്ദേഹം ആ മഹാത്മാവിന്റെ വരവുണ്ടാവുക. ഇബ്രാഹിമിന്റെ മതവുമായി അവിടെ നിന്ന് നിയോഗിക്കപ്പെടും. താങ്കൾ വേഗം സ്വദേശത്ത് ചെന്ന് അദ്ദേഹവുമായി ചേരുവാൻ പരിശ്രമിക്കുക. ആ മഹാനായകന്റെ ആഗമനം അടുത്തു കഴിഞ്ഞു എന്ന് ആ ക്രൈസ്തവ പുരോഹിതൻ ഈ സെയ്ദ് ബിൻ അംറിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ദാർശനികന്മാരിൽ 4-മത്തെയാളുടെ കഥയാണ് പറയുന്നത്. ഈ സെയ്ദ് ബിൻ അംറിന് സന്തോഷമായി. ആ സന്തോഷത്തിന്റെ ഇടയിൽ അദ്ദേഹം വർഷങ്ങളോളം യാത്ര നടത്തിയിട്ടുണ്ട്, രാജ്യാന്തര യാത്രകൾ നടത്തിയിട്ടുണ്ട്. ഖുർആൻ എപ്പോഴും നമ്മോട് യാത്ര പോകാൻ വേണ്ടി സംസാരിക്കുന്നുണ്ട്. സീറു ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കൂ, അള്ളാഹുവിന്റെ അടയാളങ്ങളെ നിങ്ങൾ കാണൂ. ഖുർആൻ ഈസ് ദ വേർഡ് ഓഫ് അള്ളാഹ്, ആൻഡ് നേച്ചർ ഈസ് ദ വർക്ക് ഓഫ് അള്ളാഹ്. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. ഈ പ്രകൃതിയും പരിസ്ഥിതിയും അള്ളാഹുവിന്റെ പ്രവർത്തനമാണ്. അപ്പൊ നോക്കൂ, വിഷയം അതല്ല. അപ്പോ ഈ സെയ്ദ് ബിൻ അംർ മക്കയിലേക്ക് തിരിച്ചു വന്നു, സ്വരാജ്യമായ മക്കയിലേക്ക് തിരിച്ചു വന്നു. ആരിഫ് തണ്ണിയക്കോട് ആലോചിച്ചിട്ടുണ്ട്, ഉസ്താദിന്റെ പോസ്റ്റുകളിൽ പറഞ്ഞിട്ടുള്ള ഗുരുവിനെ ചോദിച്ച് പറഞ്ഞു തന്നില്ല. അന്വേഷിച്ചു പോകണം എന്നാണ് പറഞ്ഞത്. ഒരാൾ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. മക്കയിലേക്കുള്ള മടക്കയാത്രയിൽ ലഖമ് എന്ന പ്രദേശത്ത് അദ്ദേഹം എത്തിച്ചേർന്നു. ഈ സെയ്ദ് ബിൻ അംറിനെ ഏതോ ദുഷ്ടന്മാർ കൊലപ്പെടുത്തുകയുണ്ടായി. ഇമാം കുലായി അൽ-ഇക്തിഫ എന്ന ഗ്രന്ഥത്തിന്റെ 1-ാം വാള്യം 190-ാമത്തെ പേജിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ ഇബ്നു കസീർ അൽ ബിദായയുടെ 2-ാം വാള്യം 341-ാമത്തെ പേജിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. മക്കയിലേക്ക് മുഹമ്മദ് മുസ്തഫയെ കാണാൻ ഹൃദയം തുടിച്ചു വന്ന അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു. പക്ഷെ ഒരു സംഭവമുണ്ട്. കൊല്ലപ്പെടുമെന്നായപ്പോൾ നിരാശനായി അദ്ദേഹം പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, നിനക്കിഷ്ടപ്പെട്ട സത്യമാർഗം നീ എനിക്ക് കാണിച്ചു തരുമെന്ന പ്രതീക്ഷയിലായിരുന്നു എന്റെ യാത്ര. ഹബീബായ ആ നായകനെ ഒന്ന് കാണാനായിരുന്നു എന്റെ യാത്ര. എന്നിരുന്നാലും എന്റെ പുത്രൻ സഈദിനെങ്കിലും ഈ നന്മ പുൽകുവാൻ നീ അവസരം നൽകണമേ. ഇസ്ലാമിൽ വിശ്വസിക്കുന്നതിനു മുമ്പ്
എന്നാൽ വിഗ്രഹങ്ങളെ ആരാധിക്കാത്ത, ജൂത ക്രൈസ്തവ മതങ്ങളിൽ വിശ്വസിക്കാത്ത ഇബ്രാഹിം ഈ മതത്തിലുണ്ടായിരുന്ന. അപ്പൊ ശരിക്കും അദ്ദേഹം ഇസ്ലാമാണ്. പക്ഷെ മുഹമ്മദീയ കാലഘട്ടത്തിൽ ഇസ്ലാം ആകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ഹബീബിങ്ങൾ അദ്ദേഹത്തിന്റെ ദുആ, എന്റെ മകൻ സഈദിനെങ്കിലും നീ ആ വെളിച്ചം നൽകണമേ റബ്ബേ എന്ന് ദുആ ചെയ്തു. ഇനിയാണ് ചരിത്രത്തിന്റെ മനോഹരമായ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ആ മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം ചെയ്തു. സെയ്ദിന്റെ മകൻ സഈദ് ബിനു സെയ്ദ് റളിയല്ലാഹു അൻഹു ആദ്യകാലത്ത് തന്നെ മുസ്ലിമായി. ഞാൻ ചോദിക്കട്ടെ, ഇനി നേരത്തെ ചോദിച്ച ഒരു ചോദ്യം. സഈദ് ബിനു സെയ്ദ് എന്ന ഒരുപാട് സഹാബികളുണ്ട്. നമ്മൾ തന്നെ നമ്മുടെ ലൈവിൽ എത്രയോ സഹാബത്തിന്റെ ജീവിത ചരിത്രങ്ങൾ പറഞ്ഞു. നിങ്ങൾ എത്രയോ പ്രഭാഷണങ്ങൾ കേൾക്കുന്നുണ്ട്. നേരത്തെ ചോദിച്ച പോലെ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. സഈദ് ബിനു സെയ്ദ് റളിയല്ലാഹു അൻഹു നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു സഹാബിയാണ്. വാട്ട് ഇസ് ദ റീസൺ? എന്താണ് കാരണം? 2 മിനിറ്റിനുള്ളിൽ മറുപടി പറയാം കേട്ടോ. ഭയങ്കര ചൂടാണ് കേട്ടോ. കറണ്ട് പോയൊക്കെയാണ്. നേരത്തെ മഴ പെയ്തു ഇവിടെ. കുറെ അധികം സമയം അതിനുവേണ്ടി കാത്തിക്കാൻ വയ്യ. സഈദ് ബിനു സെയ്ദ് ഉസ്താദുമാര് പറയരുത്, ബാക്കിയുള്ളവർ പറയാം. നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു സഹാബിയാണ് അദ്ദേഹം. ആരെങ്കിലും പറഞ്ഞ ഒരു സമ്മാനം നമുക്കിതിൽ ആരെയും കൊണ്ടെങ്കിലും സ്പോൺസർ ചെയ്യിപ്പിക്കാം. കുഞ്ഞബ്ദുള്ള നന്ദോത്ത്. ആദ്യം ഇസ്ലാം സ്വീകരിച്ച അടിമ ഹാരിസ് MP. വലൈക്കും സലാം. 1/2 മിനിറ്റ് കഴിഞ്ഞു. സയ്യിദ് മുനവ്വിർ അലി ബാഫഖി വാച്ചൻ. ശാബ്ദങ്ങൾ എളമ്പുള്ളശ്ശേരി സ്വർഗം കൊണ്ട് സന്തോഷം. സാജിദ് ദർവേഷ് സ്വർഗം കൊണ്ട് സന്തോഷം അറിയിക്കപ്പെട്ട സഹാബി. സുഹൃത്ത് അബ്ദുള്ള സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത. മാഷാ അല്ലാഹ്. നമ്മൾ കരുതും ഈ വിഷയമൊന്നും ആർക്കും അറിയില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല. മുജീബ് അവിലോറ കൊടുവള്ളി സാഹിബ് ആ സമ്മാനം ഞാൻ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 4-5 ആളുകൾ ഉത്തരം പറഞ്ഞു മുജീബ് സാഹിബ്. ഒരാളാണെങ്കിൽ നമുക്ക് സമ്മാനം കൊടുക്കായിരുന്നു. ഒരുപാട് ആളുണ്ട്. അപ്പോ സമ്മാനം തൽക്കാലം കമ്പനിക്ക് അടിച്ചിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യുന്നു. മുഹമ്മദ് ആഷിഖ് മട്ടന്നൂര്, നജീറ ബിൻത്ത് ഹംസ. ഹബീബിങ്ങളെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച 10 പേരിൽ പെട്ടയാളാണ് സഈദ് ബിനു സെയ്ദ് റളിയല്ലാഹു അൻഹു. ഇപ്പൊ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഒരുപക്ഷെ ലൈഫിൽ ഇന്ന് വരെ കേൾക്കാത്ത ഒരു ചരിത്രം കേൾക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ പിതാവ് സത്യാന്വേഷണം നടത്തി ഇസ്ലാമിൽ എത്തിച്ചേരുന്ന, ഇസ്ലാമിൽ നിന്ന് ഞാൻ പറയുന്നില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് മരണപ്പെട്ടുപോയ ആളാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ സാർത്ഥകമായ സത്ഫലമാണ് സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. കൊല്ലപ്പെടുന്നതിന് തൊട്ടും അദ്ദേഹം പ്രാർത്ഥിച്ചു, പടച്ചവനെ എനിക്ക് ആ ഭാഗ്യം കിട്ടിയില്ല, എന്റെ മകനെങ്കിലും ആ ഭാഗ്യം നൽകണേ. ആ പിതാവിന്റെ പ്രാർത്ഥനയാണ് ഹബീബെ. കേവലം ഒരു സഹാബിയാകല്ല അദ്ദേഹം ചെയ്തത്, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 മഹാന്മാരായ അശറത്തുൽ മുബശ്ശിരീങ്ങളിൽ പെട്ടുപോയി അദ്ദേഹം. ആര്? സഈദ് ബിൻ അബ്ദുള്ള. ഈ വാർത്ത അറിഞ്ഞ് വറഖത്ത് ബിൻ നൗഫല് മക്കയിലിരുന്ന് വ്യാകുല ചിത്തനായി അനുശോചന കവിത എഴുതിയിട്ടുണ്ട്. സെയ്ദ് ബിൻ അംർ പ്രവാചകന്റെ ആഗമനത്തിനു മുമ്പ് മരണപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിന്റെ വിശ്വാസവും ആചാരവും ഏകദൈവ വിശ്വാസമായിരുന്നു. ഇലാഹിയ മാർഗം അവലംബിച്ച് ജീവിച്ച മഹൽ വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൽക്കാലത്ത് പറയുന്നുണ്ട്, പ്രകീർത്തനം നടത്തിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തബറാനി, അബൂ യഅല അൽ ബസാർ എന്നിവരെല്ലാം നിവേദനം ചെയ്യുന്ന ഹദീസിൽ പുണ്യനബി പറയുന്നതായി കാണാം, സെയ്ദ് ബിൻ അംർ അന്ത്യദിനത്തിൽ ഒരു ഏക സമുദായമായി പുനരുദ്ധരിക്കപ്പെടുന്നതാണ്.
ഇങ്ങനെ ഒരു വാക്ക് കിട്ടിയ ഒരേ ഒരാൾ, സഹാബി അല്ലാത്ത ഒരേ ഒരാൾ, അത് സെയ്ദ് ബിനു അംറാണ് ഹബീബിങ്ങളെ. എന്ത്? സെയ്ദ് ബിനു അംർ അന്ത്യദിനത്തിൽ ഒരു ഏക സമുദായമായി പുനരുദ്ധരിക്കപ്പെടുന്നതാണ്. ഹാഷിം കപ്പാട് കേട്ടപ്പോൾ രോമാഞ്ചമുണ്ടാവും. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ആ വാക്ക് നോക്കി നിങ്ങള്. നമ്മളെല്ലാവരും ഒറ്റക്കൊറ്റക്കായിട്ടോ അല്ലെങ്കിൽ കൂട്ടായിട്ടൊക്കെ വെട്ടുകിളികളെ പോലെയും, അള്ളാഹു കാക്കട്ടെ, മശ്റയിലേക്ക് യാത്രയാക്കും. പക്ഷേ ഇസ്ലാം പ്രവാചക കാലഘട്ടത്തിൽ ഇസ്ലാം കിട്ടാത്ത, മുഹമ്മദ് മുസ്തഫയെ നേരിൽ കാണാത്ത, എന്നാൽ ഹബീബായ പ്രവാചകനെ കാണാൻ ബൽക്കയിൽ നിന്ന് തന്റെ നാട്ടിലേക്ക് തിരിച്ചു മടങ്ങിയ, കൊല്ലപ്പെടുമ്പോൾ തന്റെ മകനെങ്കിലും ആ ഭാഗ്യമുണ്ടാവണേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ച ആ സഹാബി എന്ന് പറയാൻ പറ്റില്ല, ആ മനുഷ്യനെ കുറിച്ച് പുണ്യനബി പറഞ്ഞതായി ഇമാം തബറാനി ഉദ്ധരിക്കുകയാണ്. സെയ്ദ് ബിനു അംർ അന്ത്യദിനത്തിൽ ഒരു ഏക സമുദായമായി പുനരുദ്ധരിക്കപ്പെടുന്നതാണ്. ഇമാം ഇബ്നു കസീർ സീറത്ത് ഇബ്നു കസീറിൽ ഉദ്ധരിക്കുന്നുണ്ട്. 1-ാം വാള്യം 156-ാമത്തെ പേജിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ പുണ്യനബി പറയുന്നുണ്ട്, മദീനയുടെ മനോഹരമായ വസന്തമേ. പുണ്യനബി പറയാണ്, ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചപ്പോൾ, ഹബീബിങ്ങളെ, ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ സെയ്ദ് ബിനു അംറിനു വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട 2 കൊട്ടാരങ്ങൾ കണ്ടു എന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു തമാശയ്ക്ക് പോലും നുണ പറയാത്ത സുലുസൂക കാഫൂറൻ റുബൂക അംബറൂ ഖുമുസൂക യാഖൂത്തുൻ ബഖീക ജൗഹറൂ. പുണ്യനബിയാണ് പറയുന്നത്. സീറത്ത് ഇബ്നു കസീറിൽ തന്നെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1-ാം വാള്യം 162-ാമത്തെ പേജിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. പുണ്യനബി പറഞ്ഞാണ്, ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചപ്പോൾ, അതായത് മിറാജില്, അവിടെ സെയ്ദ് ബിനു അംറിന് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട 2 കൊട്ടാരങ്ങൾ കണ്ടോ. സ്വഹാബിയല്ല, പുണ്യനബിയെ കാണാൻ ആഗ്രഹിച്ച് അനന്തമായ യാത്രകൾ നടത്തിയ, ഹിദായത്തിന്റെ ഒരു തരി വെളിച്ചത്തിന് വേണ്ടി അന്വേഷണം നടത്തിയ ദാർശനികന്മാരിൽ 4-ാമത്തെയാളാണ്. സെയ്ദ് ബിനു അംർ റളിയല്ലാഹു അൻഹു നല്ല ഭാഗ്യവാനായ ഒരു സത്യാന്വേഷിയായിരുന്നു. അറേബ്യയിലെ അത്യപൂർവം മനുഷ്യന്മാരിൽ ഒരാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അതിനു മുമ്പൊക്കെ അറേബ്യയിൽ ഒരുപാട് തത്വചിന്തകന്മാർ ജീവിച്ചിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന് കിട്ടിയ ഭാഗ്യം അവർക്കൊന്നും കിട്ടിയില്ല. അല്ലാഹുവേ, ഒരു സംഭവം കൂടി പറഞ്ഞ് നമ്മൾ ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്താ പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ മക്കയിലെ കാരണവന്മാരിൽ ഒരാളുമായിരുന്ന അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അവർ പറയാണ്, അവരുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് വിശദീകരിക്കുന്നത്. ഇമാം ഇബ്നു കസീറൊക്കെ രേഖപ്പെടുത്തിയ സംഭവമാണ്. നമ്മൾ തള്ളല്ല, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറയേണ്ടി വരുന്നത് ഫേസ്ബുക്കിൽ തള്ളുകൾ അധികരിച്ചൊരു കാലത്തായതുകൊണ്ടാണ്. തള്ളല്ല. അബൂ സുഫിയാന്റെ മകൻ ഹൻലല മക്കയിലെ വീട്ടിൽ നിന്നും കൊടുത്തയച്ച ഒരു കത്ത് ലഭിച്ച്, അതായത് ഇവർ യമനിലേക്ക് പോയപ്പോൾ അവിടുത്തെ ഒരു കത്ത് കൊടുത്തയച്ചൊക്കെയാണ്. ആ കത്തിലെ പ്രധാന വിവരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രംഗപ്രവേശനത്തെ കുറിച്ചായിരുന്നു. ഹൻലല എഴുതുകയാണ്, മക്ക താഴ്വരയിൽ മുഹമ്മദ് എന്നൊരാൾ പ്രവാചകനായി രംഗത്ത് വന്നിട്ടുണ്ട്. താൻ അള്ളാഹുവിന്റെ ദൂതനാണെന്ന് അയാൾ പറയുന്നുണ്ട്. നമ്മയെല്ലാം അദ്ദേഹം തന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ആ കത്തുണ്ടായത്. അബൂ സുഫിയാൻ ഈ കത്തിനെ കുറിച്ച് എല്ലാവരോടും പറഞ്ഞു. അങ്ങനെ യമനിൽ ആ കത്തിനെ കുറിച്ച് വാർത്ത വരുന്നു. വാർത്ത അറിഞ്ഞ യമനിലെ ഒരു പ്രമുഖ ജൂത പുരോഹിതൻ ഞങ്ങളെ കാണാൻ വന്നു.
അദ്ദേഹം ചോദിച്ചു, മക്കയിൽ രംഗപ്രവേശനം ചെയ്തു എന്ന് കേൾക്കുന്ന മുഹമ്മദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പിതൃവ്യൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ആരോ പറഞ്ഞു കേട്ടല്ലോ അദ്ദേഹത്തിന്റെ പിതൃവ്യനുണ്ടെന്ന്. ശരിയാണോ? ആരാണ് പിതൃവ്യൻ? അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. അപ്പൊ ഞാൻ പറഞ്ഞു, അതെ, ഞാൻ മുഹമ്മദിന്റെ പിതൃവ്യനാണ്. അപ്പൊ ജൂത പുരോഹിതൻ ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ദയവായി നിങ്ങൾ സത്യമേ പറയാവൂ. താങ്കളുടെ സഹോദരപുത്രൻ മുമ്പ് വല്ലപ്പോഴും കളവ് പറഞ്ഞിട്ടുണ്ടോ? അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കലും അവൻ കളവ് പറയുകയോ വഞ്ചിക്കുകയോ ചെയ്തതായി അറിയില്ല. ഇപ്പോഴവൻ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അത് പ്രവാചകത്വമൊക്കെ ഇദ്ദേഹം വിശ്വസിക്കുന്നതിന് മുമ്പാണ് കേട്ടോ. കാരണം പ്രവാചകൻ നുബുവത്ത് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇദ്ദേഹം യമനിലാണ്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് പറഞ്ഞ അദ്ദേഹം കളവ് പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. അല്ലമീൻ എന്നാണ് അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുന്നത്. അപ്പൊ ജൂത പുരോഹിതൻ ചോദിച്ചു, അദ്ദേഹം സാക്ഷരനാണോ? അതായത് എഴുതാനോ വായിക്കാനോ അറിയോന്ന്. അപ്പൊ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാം, ഹബീബിങ്ങളെ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് തോന്നി അതേ എന്ന് പറഞ്ഞാലോ, എഴുതാനും വായിക്കാനും അറിയുന്നൊക്കെ പറഞ്ഞാലോ. കാരണം അങ്ങനെ എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് പറയുന്നത് ഒരു മോശമല്ലേ? ഒരാളെ സംബന്ധിച്ചിടത്തോളം മോശമല്ലേ? അപ്പൊ ചെറുതായി ഒന്ന് തള്ളിക്കൊടുത്ത്, ആ എഴുതാനും വായിക്കാനൊക്കെ അറിയും, നല്ലൊരു പ്രവാചകനൊക്കെ വരാൻ പോകുന്ന ആളല്ലേ, അങ്ങനെ പറഞ്ഞാലോ എന്ന് എനിക്ക് ആദ്യം തോന്നി. പക്ഷേ അടുത്ത് നിൽക്കുന്ന അബൂ സുഫിയാൻ എന്നെ തിരുത്തുമെന്ന് ഞാൻ ഭയപ്പെട്ടതിനാൽ, കാരണം അബൂ സുഫിയാൻ പറയും, ഇല്ല, മുഹമ്മദിന് എഴുത്തും വായനയൊന്നും അറിയില്ല എന്ന് പറയും. അപ്പൊ അങ്ങനെ തിരുത്തുമെന്ന് ഭയപ്പെട്ടതിനാൽ ഞാൻ പറഞ്ഞു, ഇല്ല, മുഹമ്മദിന് എഴുത്തും വായനയും അറിയില്ല, അത് അഭ്യസിച്ചിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞ ഉടനെ ജൂത പുരോഹിതൻ തന്റെ ഉത്തരീയം എടുത്തു മാറ്റി, ഷാള് തോളുന്ന് എടുത്തു മാറ്റി, ചാടി എഴുന്നേറ്റ് ആക്രോശിച്ചു, ജൂതന്മാരുടെ കഥ കഴിഞ്ഞതു തന്നെ, ജൂതന്മാരുടെ കഥ കഴിഞ്ഞത് തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു. അബ്ബാസ് റളിയല്ലാഹു അൻഹു തുടരുകയാണ്, ഞങ്ങൾ സ്വവസതികളിൽ മടങ്ങിയെത്തിയ ശേഷം വിവരങ്ങളെല്ലാം മനസ്സിലാക്കി അബൂ സുഫിയാൻ വന്ന് എന്നോട് പറഞ്ഞു, അല്ല അബുൽ ഫളൽ എന്ന് അബ്ബാസ് തന്നെ വിളിക്കുന്ന പേരാണ്, താങ്കളുടെ സഹോദരപുത്രന്റെ കാര്യം ജൂതന്മാര് നടുക്കിക്കളഞ്ഞല്ലോ, താങ്കളുടെ സഹോദരപുത്രന്റെ കാര്യം നടുക്കിക്കളഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു, അതെ, അത് ഞാനും ശ്രദ്ധിച്ചു. അതല്ല, താങ്കൾക്ക് അവനിൽ വിശ്വസിച്ചൂടെ? അബൂ സുഫിയാനോട്. അപ്പൊ അബൂ സുഫിയാൻ പറഞ്ഞു, ഇല്ല, ഞാൻ അവനിൽ വിശ്വസിക്കുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അവന്റെ കുതിരപ്പട മക്കയെ കീഴടക്കുവാൻ കഥാ താഴ്വരയിലൂടെ മുന്നേറി വരുന്നത് കാണും വരെ ഞാൻ മുഹമ്മദിന്റെ മാർഗം സ്വീകരിക്കുകയില്ല എന്ന് അബൂ സുഫിയാൻ. എങ്ങനെ മുഹമ്മദിന്റെ കുതിരപ്പട മക്കയെ കീഴടക്കുവാൻ വേണ്ടി കഥാ താഴ്വരയിലൂടെ മുന്നേറി വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നതുവരെ ഞാൻ മക്കയിൽ ഇസ്ലാം സ്വീകരിക്കുകയില്ലെന്ന് അബൂ സുഫിയാൻ. അപ്പൊ ഞാൻ ചോദിച്ചു, അബൂ സുഫിയാൻ, താങ്കൾ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പൊ അബൂ സുഫിയാൻ പറഞ്ഞു, ഹേയ്, ഒന്നുമില്ല, എന്റെ നാവിൻ തുമ്പിൽ ഉതിർന്നു വന്ന വചനം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. എനിക്കറിഞ്ഞുകൂടാ ഒരു കുതിരപ്പട കഥാ താഴ്വര കടന്നു വരുമോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. എന്റെ നാവിൽ അങ്ങനെ പറയാൻ തോന്നി, ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാലം കഥ പറഞ്ഞ് കടന്നുപോയി. മക്ക വിമോചന നാളിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അശ്വസേന കുതിരപ്പട കഥാ താഴ്വരയും കടന്ന് മക്കയിലേക്ക് പ്രവേശിക്കുകയാണ്. മക്ക ഫതഹിന്റെ നാളിൽ ഞാനപ്പോൾ അബൂ സുഫിയാനെ നോക്കി. അബൂ സുഫിയാൻ, താങ്കളന്ന് പറഞ്ഞ ആ കുതിരപ്പടയില്ലേ, ഓർമ്മയില്ലേ, കഥാ താഴ്വരയിലൂടെ കുതിരപ്പട കയറി വരുന്നത് കാണുന്നില്ലയോ? അപ്പൊ അബൂ സുഫിയാൻ പറഞ്ഞു, അതെ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നു. അങ്ങനെയാണ് അബൂ സുഫിയാൻ മക്ക ഫതഹ് വേളയിൽ ഇസ്ലാം പ്രഖ്യാപിക്കുന്നത്. ഹബീബിങ്ങളെ,
ചരിത്രത്തിന് ചില കാവ്യനീതികളുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ ചിലപ്പോൾ അത് എന്താ പറയാ, അതിന് മലയാളത്തിൽ എന്തൊട്ട് പറയാന്ന് എനിക്കറിയില്ല. ചരിത്രത്തിന് ചില കാവ്യനീതികളുണ്ട്, അത് സംഭവിച്ചുകൊണ്ടിരിക്കും. ഇന്ന് നമ്മൾ 4 ദാർശനികന്മാരുടെ ചരിത്രം പറഞ്ഞപ്പോൾ വറഖത്ത് ബിൻ നൗഫലിന് പ്രവാചകൻ നുബുവത്ത് കിട്ടുന്നതിന് മുമ്പേ ഒരുപക്ഷെ സ്വീകരിക്കുന്നതിന് മുമ്പേ അയാൾ മരിച്ചുപോയി. നുബുവത്തിന് മുമ്പല്ല കേട്ടോ, നുബുവത്തിന് മുമ്പ് തന്നെയാണ്. 2ാമത്തെ ആളുടെയും 3ാമത്തെയും കഥ പറഞ്ഞു, 4ാമത്തെ ആളുടെയും പറഞ്ഞു. നമുക്ക് ഇന്നത്തെ പാഠം എന്ന് പറയുന്നത്, ഓരോ സമൂഹത്തിലും വേറിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും, ഒഴുക്കിനെതിരെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും, നിതാന്തമായ ജാഗ്രതയോടെ സത്യത്തെ തേടുന്ന ആളുകളുണ്ടാവും. അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ടാവും, ഇതര കമ്മ്യൂണിറ്റിയിലുണ്ടാവും, ഓരോ സൊസൈറ്റിയിലും ഉണ്ടാവും. എല്ലാത്തിനും ഉദാഹരണമുള്ള 4 ആളുടെ കഥ പറഞ്ഞു. ആ 4 ആളിൽ ഒരാൾ സ്വതന്ത്രമായി ചിന്തിച്ചു, ആഖ്യാനങ്ങളെ അംഗീകരിക്കാതെ സ്വതന്ത്രമായി ചിന്തിച്ചു. അയാൾ ചത്തുപോവുകയാണ് ചെയ്തത്, ഒരു മതത്തിലും വിശ്വസിക്കാതെ. നമ്മുടെ സമൂഹത്തിൽ സ്വതന്ത്ര ചിന്തകരും നവലിബറലിസത്തിന്റെ ആളുകളും യുക്തിവാദികളും ഒക്കെ, അവരൊക്കെ ഏതെങ്കിലും ഒരു പാർട്ട് കേട്ട് സ്വയം ചിന്തിച്ച് അതിൽ തെറ്റും ശരിയും കണ്ടെത്തി സ്വന്തമായ വ്യാഖ്യാനങ്ങളിലൂടെ കടന്നുപോയി അവർ അങ്ങനെ അധപ്പതിക്കുകയാണ്. അവിടെ പൂർണ്ണമായും അവരെ മാത്രം കുറ്റം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ ദഅവത്തിന്റെ പ്രതലങ്ങൾ കൂടുതൽ വിശാലമാകേണ്ടതുണ്ട്. നമ്മുടെ മുന്നിലിരിക്കുന്ന ഈമാനും ഇസ്ലാമും അംഗീകരിക്കുന്ന ഒരു ജനതയോട് മാത്രം സംസാരിക്കുന്നതിനോട് കൂടെ തന്നെ മറ്റുള്ള ആളുകളുമായി ഇന്ററാക്ട് ചെയ്യാനും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ മഹാവെളിച്ചത്തിന്റെ ഒരു തുള്ളിയെ, ഒരു കണികയെ മറ്റുള്ളവരിലേക്ക് അവർക്ക് സ്വാംശീകരിക്കാൻ കൂടി സ്വായത്തമാക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുക, ജീവിച്ചു കാണിച്ചു കൊടുക്കുക എന്നുള്ളത് കൂടി പുതിയ കാലഘട്ടത്തിന്റെ ഒരു മഹാദൌത്യമായി നമ്മൾ അംഗീകരിക്കണം. 3ാമത്തെ പാഠം എന്ന് പറയുന്നത്, സത്യാന്വേഷണത്തിന്റെ അതമ്യമായ ആഗ്രഹത്തോടെ അനന്തമായ യാത്രകൾ നടത്തി മറ്റു 2 പേർ ആലോചിക്കുക, ഹിദായത്ത് ലഭിക്കണമേ എന്ന ഉത്കടമായ ആഗ്രഹത്തോടെ. ഹബീബിങ്ങളെ, ഒരു മനുഷ്യന് അള്ളാഹു നൽകിയ സൗഭാഗ്യങ്ങളിൽ ഏറ്റവും വലുത് ഹിദായത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കിലുണ്ട്, ഹിദായത്തിന് ശേഷം ഒരു മനുഷ്യന് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളിൽ ഏറ്റവും വലുത് ആഫിയത്താണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹിദായത്താണ് ഏറ്റവും വലുത് എന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ എനിക്കും നിങ്ങൾക്കും ഹിദായത്തിന്റെ വിലയറിയുന്നില്ല. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ആദ്യം പറഞ്ഞത്, എന്റെ ഉപ്പ മുസ്ലിം ആയതുകൊണ്ട് ഞാൻ മുസ്ലിമായി എന്നല്ലാതെ മുസ്ലിമാകാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങളിൽ ആരാണ് നിങ്ങൾ മുസ്ലിമാകാൻ വേണ്ടി പുതിയതെന്തെങ്കിലും ചെയ്തത്? മുസ്ലിമായി ജനിച്ചു വീണതുകൊണ്ട് മുസ്ലിം ഇങ്ങനെ ജീവിക്കുന്നു എന്നതല്ലാതെ അതെന്താണ് മുബാറക് സാഹിബ്, 7000 രൂപ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യാൻ പറ്റുക? സ്റ്റുഡിയോ സെറ്റ് ചെയ്താലോ? അതെന്താണ് പരിപാടി? 7000 ഒക്കെ ആരെങ്കിലും തരും, അത് സംശയം. പക്ഷെ എന്താ സംഭവം മനസ്സിലായില്ല. അപ്പൊ ഏതായാലും 3ാമത്തെ പാഠം എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ വിലയറിയുക എന്നുള്ളത്. നമ്മുടെ വിലയല്ല, നമ്മുടെ ഹിദായത്തിന്റെ വില. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി. ഉമ്മത്ത് ഫസാദാകുന്ന കാലത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുചര്യയെ മുറുകെ പിടിക്കുന്നവർക്ക് 100 ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞത്. മറ്റൊരു ഹദീസിലുണ്ട്, നിങ്ങള് കത്തിച്ച കല്ല് കയ്യിൽ വെക്കുന്നത് പോലെയാണ് അവസാന കാലഘട്ടത്തിൽ ഇസ്ലാമിനെ മുറുകെ പിടിക്കുമ്പോൾ എന്ന് പറയുന്നുണ്ട്. ഹബീബിങ്ങളെ, അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, അല്ലേ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ പോലും വിഷമമുണ്ടാകുന്ന ഒരു കാലത്ത്, ഇസ്ലാമിന്റെ ഏതെങ്കിലും അധ്യാപനങ്ങൾ പറയുമ്പോൾ തന്നെ അത് വിമർശിക്കപ്പെടുന്ന ഒരു കാലത്ത്, വിമർശനം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ ഈ അഗ്നിശുദ്ധി എന്നൊക്കെ പറയില്ലേ, എന്ന മാതിരി സ്വർണത്തിലേക്ക് അഗ്നിയിലേക്ക് സ്വർണമിടുമ്പോൾ ഇങ്ങനെ ഉരുക്കിയെടുത്തത് തങ്കമായി മാറുന്നത് പോലെ നമ്മുടെ വിശ്വാസത്തെ, ഈമാനിനെയൊക്കെ ഇങ്ങനെ തങ്കമാക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. 3ാമത്തെ പാഠം അതാണ്. 4ാമത്തെ പാഠം എന്ന് പറയുന്നത്, അൻവർ ഇരിട്ടി ഞാൻ തരാമെന്നോട് പറഞ്ഞിട്ടുണ്ട്. അൻവർ ഇരിട്ടി ആരാണ് ആ സഹോദരൻ എനിക്കറിയില്ല, അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഹബീബിങ്ങളെ, 4ാമത്തെ സംഭവം നോക്കൂ, അനന്തമായ യാത്രകൾ മൗസില്
ബൽഖയിലൊക്കെ യാത്ര പോയി ഹിദായത്തിന് വേണ്ടി അന്വേഷണത്വരയോടെ യാത്ര ചെയ്ത മൂന്നാമത്തെ മനുഷ്യൻ. അദ്ദേഹം മരണപ്പെടുകയാണ്, കൊല ചെയ്യപ്പെടുകയാണ്. റസൂലുള്ളാഹിയെ കാണാനുള്ള അദമ്യമായ ആഗ്രഹത്തോടെ ആഹ്ലാദഭരിതനായി ബൽഖയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു മടങ്ങുമ്പോൾ അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: അള്ളാഹുവേ, എനിക്ക് ആ സൗഭാഗ്യം നീ തന്നില്ല, മുത്തുനബിയെ കാണാൻ, ഹബീബിന്റെ കാലഘട്ടത്തിലെ ഇസ്ലാമിന്റെ അംഗമായി മാറാൻ. പക്ഷേ എന്റെ മകനത് നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മളിൽ എത്ര പേരാണ് നമുക്ക് ലഭിച്ച ഹിദായത്ത് നമ്മുടെ തലമുറകളിലൂടെ അനന്തമായ കാലത്തേക്ക് നീണ്ടു നിൽക്കണമേ എന്ന് നമ്മൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? നമ്മൾ ഹബീബിനെ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളത് കാണണമേ എന്ന് നമ്മൾ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? നമ്മൾ വിശ്വസിക്കുന്ന ആദർശത്തില് നമ്മുടെ മക്കൾ അടിയുറച്ചു നിൽക്കണമേ എന്ന് എത്ര പേരാണ് ആഗ്രഹിക്കുന്നത്? ആ മനുഷ്യന്റെ പ്രാർത്ഥന പിന്നീട് കാലഘട്ടത്തിന്റെ കാവ്യനീതി പോലെ സംഭവിച്ചു. 1,10,000-ഓളം സഹാബത്തുകളുണ്ട്. അവരിൽ 10 പേരാണ് അശറത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ടവർ, സ്വർഗം കൊണ്ട് സുവാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബിവര്യന്മാരിൽ. അവരിൽ ഒരാളായി ആ മനുഷ്യന്റെ മകൻ സയ്യിദ് ബിൻ സയ്യിദ് അവരിൽ ഒരാളായി മാറുകയാണ്. ഓക്കെ, ഇത്രയും പാഠമാണ് മനസ്സുകൊണ്ട് മദീനയിലേക്ക് എന്ന ടാഗ്ലൈനിൽ നമ്മൾ നടത്തുന്ന യാത്രയുടെ കഴിഞ്ഞ ലോക്ക്ഡൌൺ സമയത്ത് ആരംഭിച്ച, പിന്നെ എന്റെ സ്വതസിദ്ധമായ മടി കൊണ്ടും വീഴ്ച കൊണ്ടും ഒക്കെ പലപ്പോഴായി പറയാതെ പോയി ഇപ്പോൾ 418ാമത്തെ എപ്പിസോഡിൽ എത്തി നിൽക്കുന്നു. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് വളരെ നേരത്തെ 10:30 തന്നെ, ഇന്ന് ചില സാങ്കേതിക ടെക്നിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് കുറച്ച് വൈകിപ്പോയത്. വളരെ ഒരു ചെറിയ സംഘം, എന്റെ പഴയ ആളുകളെയൊക്കെ കണ്ടതിൽ വലിയ സന്തോഷം, പുതിയ ആളുകളെയും കണ്ടു, പെരുത്ത സന്തോഷം. നമുക്ക് കേൾക്കാത്ത കഥകൾ പറഞ്ഞ് മദീനയിലൂടെ ഇങ്ങനെ ഒരു മൂലയിലൂടെ ബഹളങ്ങളില്ലാതെ ഇങ്ങനെ യാത്ര പോകാം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. വാഹിർ ദഅവത്തി, കാരുണ്യവാനും ദയാപരനുമായ അള്ളാഹു. പല ആളുകളുടെ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓൺലൈനിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളല്ല, പക്ഷെ റമദാന്റെ രാത്രിയല്ലേ, ഹബീബിങ്ങളിൽ ദുആക്ക് ഉത്തരമുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, നാമേം പറഞ്ഞോളൂ. ലാസ്റ്റ് കണ്ട കമന്റ് 19-ാം തീയതി ഹോസ്പിറ്റൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ്. അള്ളാഹു ശിഫയാക്കി തരട്ടെ, അള്ളാഹു ശിഫയാക്കട്ടെ, അള്ളാഹു ശിഫയാക്കട്ടെ. പലരും ദുആ വസിയത്തിന് അള്ളാഹു ശിഫയാക്കട്ടെ. അള്ളാഹു മദുൽ ബസ് റബ്ബന്നാസി വശ്ഫി അന്ത ഷാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാ ലാ യുഗാദിറു സഖമൻ വലാ അലമ ലാഹിരിയ വബാത്തിനിയ വറൂഹാനിയ വജിസ്മാനിയ വശൈത്താനിയ വജിന്നിയ വസിഹ്രിയ വഐനിയ ശിഫാ അൻ ലാ യുഗാദിറു സഖമൻ വലാ അലമ. അള്ളാഹുവെ, ഞങ്ങൾ മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. അള്ളാഹുവെ, കേൾക്കുന്ന വാർത്തകളൊക്കെ അപകടകരമാണ്. എന്നും കൊല ചെയ്യപ്പെടുന്നു, പടച്ചവനെ, മാതാപിതാക്കളെ കൊല്ലുന്നു. അള്ളാഹുവെ, ഞങ്ങളുടെ സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. അവർക്ക് ഇൽമ നൽകണേ റബ്ബേ, ആദർശബോധം നൽകണേ റബ്ബേ, ഹബീബിന്റെ ആളുകളാക്കണേ റബ്ബേ. മാതാപിതാക്കളോട് ഇഷ്ടമുള്ള, കടപ്പാടുള്ള, മരണം വരെ സ്നേഹിക്കുന്ന മക്കളാക്കണേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ ഇടയിൽ സ്നേഹവും ഐക്യവും പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. പ്രയാസമുള്ളവരുണ്ട്, കടമുള്ളവരുണ്ട്, വീട്ടിൽ കൊടുക്കണേ അള്ളാഹു. വീട് പണി നടക്കുന്നവരുണ്ട്, എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ. വിവാഹപ്രായമെത്തിയ മക്കളുള്ളവരുണ്ട്, സ്വാലിഹീങ്ങളായ ഇണകളെ നൽകണേ റബ്ബേ. പലതരത്തിൽ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അള്ളാഹുവെ, കാരുണ്യവാനെ, ഇത് കരുണ ചെയ്യുന്ന ആദ്യത്തെ 10 റബ്ബേ, നീ സന്തോഷമാക്കി തരണേ റബ്ബേ. ഈ ഞങ്ങൾക്ക് 1 മണിക്കൂർ നേരം ഇവിടെ ഒരുമിച്ച് കൂടിയത് ഈ റമദാനിൽ ഞങ്ങൾ ഒരക്ഷരം കൊണ്ടുപോലും ഒരാളുടെ ഗീബത്തോ നമീമത്തോ കുറ്റമോ പരിഹാസമോ ഒന്നും നടത്താതെ ഹബീബിനെ മാത്രം പറഞ്ഞു പോയതാണ്. അള്ളാഹുവെ, വലിയ പ്രതിഫലം നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങൾ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ സഹായിക്കുന്നവർ നീ സഹായിക്കണമേ തമ്പുരാനെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം ബിഹഖ്ഖി നബിയിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ യാ റഹ്മാർ റഹീമീൻ. ഹബീബിങ്ങളെ, ആരെങ്കിലും കമാൻഡ് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. നമ്മുടെ എന്താ പറയാ, നിഷാദ് അലനല്ലൂർ ലൈനിലുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ അഡ്മിനെങ്കിലും പറയണേ. ഇന്നത്തെ ലൈവ് അതിന്റെ ഒരു പ്രതിഫലം ഇൻഷാ അല്ലാഹ് നമ്മുടെ നിഷാദ് അലനല്ലൂരിലാണ്. ആദ്യമായിട്ടാണ്, ബാക്കി കാര്യങ്ങൾ പരസ്യം പറയുന്നില്ല, ആദ്യമായിട്ടാണ് നിഷാദ് അലനല്ലൂരുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ ലൈവ് നടത്തിയിട്ടുള്ളത്. ഓക്കെ, അള്ളാഹു അതിന് അർഹമായ പ്രതിഫലം നൽകട്ടെ. മുജീബ് എം കെ തരുവണ, ഈ ചരിത്ര വഴിയിലൂടെയുള്ള യാത്ര മദീനയിലെ. മാഷാ അല്ലാഹ്, താങ്ക് യു.
അല്ലാഹ്. ഏഴായിരത്തി 400 ആളുകൾ ഇത്ര സമയം കൊണ്ട് നമ്മൾ ലൈവ് കണ്ടിട്ടുണ്ട്. മാഷാ അല്ലാഹ്. ആബിദീൻ, നമുക്കൊന്നുകൂടി ലൈവ് നന്നാക്കാൻ പറ്റും, സിസ്റ്റം നന്നായാൽ മതി. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. സമയം ഒരുപാട് വൈകിട്ടുണ്ടല്ലോ. നിങ്ങൾക്കൊന്നും പറയാനില്ലല്ലോ. നാളെ നമുക്ക് കൂടുതൽ നേരം സംസാരിക്കട്ടോ. ആദ്യത്തെ നോമ്പിൻ്റെ ആയതുകൊണ്ടുള്ള പ്രയാസം ചിലർക്കെങ്കിലും ഉണ്ട്, നമുക്ക് പിന്നെ അതിൻ്റെ പ്രയാസമൊന്നുമില്ല. ഒരു ബെയ്ത്ത് പാടുമോ? കാര്യമൊയ്തു നദി ഉസ്താദ് ലൈലുണ്ട്. സുലസോക്ക കാഫൂറുൻ റുബൂക അംബറൂ ഖുമുസൂക യാഖൂത്തുൻ ബാഖീക ജൗഹറൂ ഫൈറൂ അല്ല എന്താ പറയാ, ഒരു കമന്റ് കണ്ടല്ലോ, ഫുൾ ക്ലാസ് ലിങ്ക് കിട്ടാൻ എന്താ വഴി? ഒരു കവിത പാടാ. കവിത തരുന്നു. ഷഹീർ പി, ട്രോഫികൾ മുഴുവൻ കാണിക്കണം. നമ്മുടെ ലൈവിലുള്ളവർ ചിലതൊക്കെ കണ്ടതാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് കാണിക്കാം. ലഹരിക്കെതിരെ നമുക്ക് വല്ലതും ചെയ്യാൻ കഴിയും ഉസ്താദിനെ. അത് ഞാനൊരു 2-3 ആഴ്ച മുമ്പേ ഈ ലഹരി ഇത്ര വിവാദമാകുന്നതിന് മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്റെ പേഴ്സണൽ ഐഡിയിൽ. ഇതിലല്ല, ഒന്ന് വായിച്ചു നോക്കൂട്ടോ. അതിൽ നമ്മൾ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ ആർക്ക് സമയം? അപ്പോൾ ആ സഹോദരൻ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് കാണുന്നവർ ബോറടിക്കണ്ട, ആ സഹോദരന് വേണ്ടി ഒന്ന് കാണിച്ചു കൊടുക്കാം. പുതിയ ആളുകളുണ്ടല്ലോ. അതാണ് നമ്മുടെ റൂം. ഇതാണ് റൂം. അത് അംബേദ്കർ നാഷണൽ അവാർഡ്, APJ അബ്ദുൽ കലാം അവാർഡ് മേലെ ഇരിക്കുന്നുണ്ട്. ഓൾ ഇന്ത്യ കോൺഫറേഷൻ ഓഫ് SC/ST ഓർഗനൈസേഷന്റെ ഒരു അവാർഡ്, SKS ഒമാൻ നാഷണൽ കമ്മിറ്റിയുടെ അവാർഡ്, ഇൻസൈറ്റിന്റെ അത് അവാർഡല്ല, അതൊരു ഉപഹാരം, അബുദാബി സുന്നി സെന്റർ SKS കമ്മിറ്റിയുടെ, വഹദ യൂണിയന്റെ ഒരു ഉപഹാരം, മജ്ലിസുൽ ഫുർഖാൻ ഓൺലൈൻ ദവ അവാർഡ് 2020. ഇത് SKS സ്റ്റേറ്റ് ട്രഷററായിരിക്കുമ്പോൾ ബാംഗ്ലൂർ കമ്മിറ്റി നൽകിയതാണ്. ഇത് കഴിഞ്ഞ ആഴ്ച കുവൈത്തിൽ പോയപ്പോൾ കുവൈത്ത് കേരള ഇസ്ലാമിക് കൗൺസിലിന്റെ അവാർഡാണ്. കൊടപ്പനക്കൽ കുടുംബത്തിന്റെ ഇങ്ങനത്തെ ഒരു അവാർഡ് ചിലപ്പോൾ അധികം ആൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. കൊടപ്പനക്കൽ കുടുംബം പാണക്കാട്, ഇത് 2017 നടത്തിയ ഒരു പരിപാടി കിട്ടിയതാണ്. ഇത് ഖുർആൻ സ്റ്റഡി സെന്ററിന്റെയാണ്. ഈ മുഹമ്മദ് എന്നുള്ളത് അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട ഒരു സഹാബി ഇറാഖിലുണ്ട്. എന്താണ് അവർ, സുബൈർ റളിയല്ലാഹു അൻഹു, അവരുടെ മസാറിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇത് സമസ്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെയാണ്. ആലിയ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ, അൻവരി അസോസിയേഷൻ ഫോർ ലോയൽ ഇസ്ലാമിക് ആക്ടിവിറ്റീസ് ആലിയ, അവർ നൽകിയതാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ കുന്നംകുളം താലൂക്ക് കമ്മിറ്റിയുടെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ തലപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ. ഇത് നമ്മുടെ സുംബുല എന്ന് പറഞ്ഞ പ്രഭാഷണ കൂട്ടായ്മയുണ്ട്, അതിന്റെ ചെയർമാനാണ്, അവർ തന്നതാണ്. ഇത് ദേശമംഗലം മഹല്ല് കമ്മിറ്റി നൽകിയതാണ്. പിന്നെ ഇതാണ് നമ്മുടെ പുസ്തകങ്ങൾ. ഇത് ആദ്യം കാണുന്നവർ കരുതും ഇപ്പൊ എന്താണ് ഇതൊക്കെ കാണിക്കുന്നത്. കാണിക്കാൻ പറഞ്ഞുകൊണ്ട് കാണിച്ചാട്ടോ. പിന്നെ കുറെ അടിയിലിരിക്കുന്നുണ്ട്, ഇതിന്റെ അടിയിൽ കുറെ ഉണ്ട്, ഇനി മുകളിൽ കുറെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ ഓരോന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. ഇത് നമ്മളൊരു കൗതുകത്തിന് വേണ്ടി പോകുന്ന പരിപാടികളുടെ ഒക്കെ എടുത്തു വെക്കാറുള്ളതാണ്. അപ്പോ കുറെ ഉമ്മടുത്ത് കത്തിച്ചിട്ടുണ്ട്. ഇതിപ്പോ എന്റെ ഓഫീസ് റൂമിലായതുകൊണ്ട്, ജോലി സ്ഥലത്തായതുകൊണ്ട് കത്തിക്കാൻ കിട്ടിയില്ല. അങ്ങനെ അങ്ങനെ പിന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട് അക്സ അവാർഡ്. കാണിച്ചു തരാൻ പറ്റുന്നതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഇനി സലാലയിലേക്ക് വരുന്നുണ്ടോ നോക്കാം ഇൻഷാ അല്ലാഹ്. ഫുൾ ക്ലാസ് ലിങ്ക് കിട്ടാൻ നമ്മൾ ഈ പേജിന്റെ ബാക്കിലേക്ക് പോയാൽ ഫുൾ ക്ലാസ് കിട്ടില്ല. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങൾ വാട്സപ്പിലായതുകൊണ്ട്
വാട്സപ്പ് നമ്പർ നമ്മുടെ അഡ്മിനോട് കൊടുത്താൽ അവർ നിങ്ങളതിൽ ആഡ് ചെയ്യും. ചിലപ്പോൾ റമദാൻ കഴിഞ്ഞാൽ വീണ്ടും വാട്സപ്പിലായിരിക്കും ക്ലാസ് എടുത്തു. മദീന മാത്രമേ അതിൽ പറയുള്ളൂ. മുഹമ്മദ് അമീനു മോൾക്ക് SLC എക്സാം. നമ്മുടെ കുറെ പിള്ളേർ നാളെ SLC എക്സാമിന് വേണ്ടി പോകുന്നുണ്ട്. ഒന്നാമീ പറയും മുമ്പിനിങ്ങളെ ഹബീബിങ്ങളെ അള്ളാഹു വിജയിപ്പിക്കണേ റബ്ബെ. ഞങ്ങളുടെ മക്കളെ തലമുറകളെ നല്ല വിദ്യാഭ്യാസമുള്ള മക്കളാക്കണേ റബ്ബെ. വിജയം നൽകണേ, ഓർമ്മശക്തി നൽകണേ റബ്ബെ. അപ്പൊ നമുക്കിന്ന് പിരിയാലേ. നേരത്തെ ഉറങ്ങിക്കോ, നാളെ നേരത്തെ ബാസ്ത അൻവർ കിട്ടി ഇൻഷാ അല്ലാഹ്. മുജീബ് തീക്ക് ദീനിനു വേണ്ടി സഞ്ചരിച്ച വഴിയിലെ ചില അടയാളപ്പെടുത്തലുകൾ. ഷമീർ ഹുസൈൻ ഉമ്മ മരിച്ചിട്ട് 1 വർഷം. അള്ളാഹുവേ ഉമ്മക്ക് ദിമഫറത്ത് നൽകണേ റബ്ബെ. സ്വർഗം നസീബാക്കി കൊടുക്കണേ റബ്ബെ. അബൂത്താർ എന്താണ് 7000ന്റെ കാര്യം ഉസ്താദിനെ അറിയിക്കും. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മുടെ മുബാറക്ക് എന്ന് പറഞ്ഞ സഹോദരൻ ലൈവ് കൂടുതൽ ക്ലാരിറ്റി ഉണ്ട്. അദ്ദേഹം ഇവിടെ പെട്ടെന്ന് കമന്റ് ചെയ്തതാണ്. ഉണ്ടാകാൻ എന്തോ ഒരു സംവിധാനം പറഞ്ഞു, സംസാരത്തിനെല്ലാം മറിഞ്ഞുപോയി. അപ്പോൾ ഒരാൾ ഞാനത് നൽകാമെന്ന് പറഞ്ഞു. അത്രേ എനിക്കും അറിയുള്ളൂ, അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. എല്ലാ ക്ലാസ്സും FBയിൽ. ഓക്കെ. എൻ്റെ ഉപ്പാക്ക് ക്യാൻസറാണ്, അസാധ്യ വേദനയാണ്. അൻവർ ഇരുട്ടി. ഒന്നാമി പറയുമ്പോൾ മിനിങ്ങളെ അള്ളാഹുവേ ബിഹ അള്ളാഹു റബ്ബന്നാസി വസ്ഫി അന്ത ഷാഫി لا شفاء إلا شفاؤك شفاء لا يغادر سقما ولا ألما ظاهريا وباطنيا وروحانيا وجسمانيا وشيطانيا وجنيا وسيريا وعينيا وظلميا وصديا شفاء لا يغادر سقما ولا ألما بك ألف لام ميم حمايتنا كاف يا عين صاد وبك بسم الله الرحمن الرحيم وبك نبينا محمد صلى الله عليه وسلم. ആസിഫ് മുഹമ്മദ് നമ്മുടെ അഡ്മിനാണ് അവിടെ ഇട്ടിട്ടുണ്ട്. ആ നമ്പറിലേക്ക് അയച്ചാൽ 1 മുതൽ 100 വരെയുള്ളതിന്റെ ഫുൾ ലിങ്ക് ഫേസ്ബുക്കിൽ ലിങ്ക് കിട്ടും. അപ്പൊ എന്നൊരു പാട്ട് വെക്കാൻ പോലും നമ്മുടെ മൊബൈലിൽ ഇപ്പോഴുള്ള മൊബൈലാണ് വെച്ചേക്കണത്. അപ്പൊ അതുകൊണ്ട് പാട്ട് വെക്കാൻ പറ്റില്ല. നാളെ ഇങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പൊ ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് വീണ്ടും കാണാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തുക. അതിന്റെ ഭാഗ്യം കുറെ ട്രോഫി. മാഷാ അല്ലാഹ്, ട്രോഫി കിട്ടണ എന്ത് ഭാഗ്യാണ്. അതിനൊക്കെ പൈസ കിട്ടുകയാണെങ്കിൽ ഇപ്പൊ വലിയ കാര്യം. ഈ മരത്തിന്റെ ട്രോഫി കിട്ടിയിട്ട് എന്താണ് കാര്യം? ഉസ്താദിന് ഏറ്റവും പ്രിയപ്പെട്ട അവാർഡ് ഏതാണ്? അതിന് ഞാൻ മറുപടി പറഞ്ഞുതരാം. അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അവാർഡ് നമ്മുടെ അത് പറയാൻ മറന്നു. ഹംദാൻ ഫൗണ്ടേഷൻ നൽകിയ, കാണാനൊന്നും ഭംഗിയില്ലെങ്കിലും ഇതാണ് ഏറ്റവും വിലപ്പെട്ടതായി എനിക്ക് തോന്നുന്നു. കാരണം ഇതിൽ എഴുതിയേക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇമാം ബൂസൂരി മദ്ഹൂർ റസൂൽ അവാർഡ് 2021 ഹംദാൻ ഫൗണ്ടേഷൻ, കബീർ വാക്കവിയുടെ ഹംദാൻ ഫൗണ്ടേഷൻ നൽകിയ ഈ അവാർഡാണ്. ഇത് വളരെ വില കുറഞ്ഞ ചെറുതാണെങ്കിലും ഇമാം ബൂസൂരി തങ്ങളുടെ പേരിലാണ് കിട്ടിയത്. അതുകൊണ്ട് ഇതാണ് എന്ന് തോന്നുന്നു. ബാക്കി സംശയം നാളെ ചോദിക്കട്ടെ. മുജീബ് ഖാന്റെ ഉമ്മ ഒരു സർജറിക്ക് വേണ്ടി ആശുപത്രിയിലാണ്. എല്ലാവരും നാമീം പറയും ഉമ്മിനികളെ അള്ളാഹുവേ സന്തോഷമാക്കി കൊടുക്കണേ റബ്ബേ, ഹൈറാക്കി കൊടുക്കണേ റബ്ബേ, വിജയാക്കി കൊടുക്കണേ റബ്ബേ, ആഫിയത്ത് പ്രദാനം ചെയ്യണേ റബ്ബേ, റമദാന്റെ ഹക്കിയ വർക്കത്തോട് നിശീഫ പ്രദാനം ചെയ്യണേ റബ്ബേ. നദി ഉമ്മിനിങ്ങളെ നമുക്ക് നാളെ വീണ്ടും കാണേണ്ടതല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബാക്കിയൊക്കെ നാളെ പറഞ്ഞോളൂ കേട്ടോ.